പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്. 2 വരി ഗാന ശുശ്രൂഷൻ തന്നെ പാടും. 2 കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച്. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം ചെയ്ത അകലുകില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം. ഇന്ന് നമ്മുടെ ചിന്താ വിഷയമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് സങ്കീർത്തനം 50:15. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഒരുപാട് പ്രശ്നങ്ങളിൽ നീറിപ്പോകുന്ന പ്രശ്നങ്ങളുമായിട്ട് മനുഷ്യ ജീവിതം നട്ടോട്ടമോടുകയാണ്. ഒരുപാട് ആപത്തുകളും അപകടങ്ങളും രോഗങ്ങളും മനുഷ്യനെ ജീവൻ തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ 50-ാം അധ്യായത്തിലെ 15-ാമത്തെ വചനം വ്യക്തമായിട്ട് പറയുക. സങ്കീർത്തനം അനർത്ഥകാലങ്ങളിൽ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ ഉറപ്പായിട്ട് പറയുക. ഇവിടെ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും, യാചിച്ചാൽ നിശ്ചയമായിട്ട് നമുക്ക് ലഭിക്കുമെന്നൊക്കെ നമ്മുടെ പാടി. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു. സങ്കീർത്തനം 50:15 വചനം പറയുന്നു, അനർത്ഥകാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള നഷ്ടങ്ങളും കഷ്ടങ്ങളും രോഗങ്ങളും വേദനകളും ഒറ്റപ്പെടലുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം അനർത്ഥങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, ഇനിയും ഒട്ടും കുറയാൻ പോകുന്നില്ല. ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാരണവശാലും അനർത്ഥങ്ങൾ കുറയാൻ പോകുന്നില്ല, അനർത്ഥങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയെങ്കിൽ ദൈവമായ കർത്താവ് പറയുന്നു, അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും. കണ്ടോ? അപ്പോൾ ഏത് പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും എന്നും വിളിച്ചപേക്ഷിക്കുന്നത് എന്നുള്ള ആ വിശ്വാസം, ആ ഉറപ്പ് നമുക്ക് വേണം. നിശ്ചയം അത് നിശ്ചയം തന്നെയാണ്. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം എന്നെ എല്ലാ അവസ്ഥകളിൽ നിന്നും മോചിപ്പിക്കുമെന്ന് തീർത്ത് പറയുകയാണ്. അതിനാൽ വീണ്ടും അടുത്ത വചനം പറയുന്നു, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. കാര്യം നിനക്കൊരു മോചനം കിട്ടിയാൽ രോഗത്തിൽ നിന്ന്, കടബാധ്യതയിൽ നിന്ന്, നിന്റെ കുടുംബ ജീവിതത്തിൽ നിന്ന്, ഒറ്റപ്പെടലിൽ നിന്ന്, അധികാരികളിൽ നിന്നുള്ള ഏത് മേഖലയിലും ആയിക്കോട്ടെ, നിന്നെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നീ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ അവിടെ നിന്നെ മോചിപ്പിക്കും. ഞാൻ ഓർക്കുകയായിരുന്നു, കോടാനുകോടി കടങ്ങളുള്ള ഒരു വ്യക്തി ഈ കരിസ്മാറ്റിക്കിൻ്റെ ഞങ്ങളുടെ ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവിടെ വന്നിട്ട് ബ്രദറിനെ കാണാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. ബ്രദറെ ഈ സമയത്ത് കാണാൻ സാധിച്ച എനിക്കൊരു 5 മിനിറ്റ് സമയം എന്ന് സംസാരിക്കാൻ തരുമോ? ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറയും. ബ്രദറെ, ഒരു ദിവസം കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ചെയ്ത് ഇപ്പോൾ ഞാൻ 10-12 കോടതികളിൽ കയറി ഇറങ്ങുകയാണ്. എപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരുന്നു. എങ്ങനെ ഇങ്ങനെ അതമ്പതിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രിയമുള്ളവരെ, ദൈവത്തെ മറന്ന് ജീവിച്ചതുകൊണ്ട് സമ്പത്ത് കൂടിയപ്പോൾ നമുക്കറിയാം. നിയമാവർത്തനം 28-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, വ്യക്തമായിട്ട് പറയുകയാണ്. നിയമാവർത്തനം 28-ാമത്തെ വചനം ഇപ്രകാരം വരിക, എല്ലാത്തിലും സമൃദ്ധി ഉണ്ടായിരുന്നപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ ദൈവത്തെ ശുശ്രൂഷ ചെയ്തില്ല, വിളിച്ചപേക്ഷിച്ചില്ല. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ദൈവത്തെ മറന്ന് ജീവിക്കുകയാണ്. പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല.
കാര്യം പിന്നീട് നമ്മൾ ലഭിച്ച ആ കാര്യങ്ങളിലേക്ക് മുഴുങ്ങിപ്പോവുക. എല്ലാത്തിലും സമൃദ്ധി ഉണ്ടായിരുന്നപ്പോൾ നീ തികഞ്ഞ ആഹ്ലാദത്തോടെ നിന്റെ ദൈവമായ കർത്താവിനെ ശുശ്രൂഷ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നീ വിളിച്ചപേക്ഷിച്ചില്ല, നീ ദേവാലയത്തിൽ പോയില്ല, നീ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നില്ല, കുദാശകളെല്ലാം സമയമില്ല. ഞാൻ ഈ ഒരു വചനം അദ്ദേഹത്തിന് എടുത്തു കൊടുത്തപ്പോൾ അദ്ദേഹം എൻ്റെ മുമ്പിൽ കരയുകയായിരുന്നു. ഇനിയും രക്ഷയുണ്ടോ എന്ന് ചോദിച്ചു. നിശ്ചയമായിട്ടും പറഞ്ഞു, അനർത്ഥകാലത്ത് നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിച്ചാൽ ഞാൻ നിന്നെ മോചിപ്പിക്കും എന്ന് പറഞ്ഞു. എൻ്റെ ഭവനത്തിൽ വന്നു. ഞാനിപ്പോൾ ഇവിടെ 1.5 വർഷമായിട്ട് താമസിക്കുന്നത് കുതിരപ്പടി ഇത്തിത്താനത്തിലെ ആദ്യ വെള്ളിയാഴ്ച മാതൃസംഘത്തിൻ്റെ എല്ലാ മാസവും അച്ഛൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ കുമരഞ്ചിറ എല്ലാ മാസം ആദ്യ ചൊവ്വാഴ്ചകളിലും കുമരഞ്ചിറ അന്തോണീസ് വിശുദ്ധ അന്നോസിൻ്റെ നൊവേനോട് കുർബാനയോട് ഭയങ്കര ആളാണ് നമുക്ക്. അതുപോലെ ഇവിടെ നമുക്കറിയാം ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചു പോയതാണ്. അതാണ് നമുക്ക് എല്ലാത്തിലും സമൃദ്ധി ഉണ്ടാകുമ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധി പറഞ്ഞ അനർത്ഥകാലങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും അനർത്ഥകാലങ്ങളുടെ ഒരു സമയമാണ് ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അവിടുന്ന് നിനക്ക് നിശ്ചയമായിട്ടും മോചനം ലഭിക്കുക തന്നെ ചെയ്യും. അപ്പം നിരാശരാകേണ്ട കാര്യം. എന്തുകൊണ്ടാണ് അനർത്ഥകാലം ഉണ്ടായത്? ഞാനത് ഓർത്തു പോവുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലെ അവിടെ 18-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്. 29-ാമത്തെ തിരുവചനം കൂടെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ശ്രദ്ധിച്ച് കേൾക്കണം. കാര്യം സത്യത്തെ നമ്മൾ തളച്ചിടുക അനീതി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. നീതി പ്രവർത്തിക്കേണ്ട മക്കൾ അനീതിയുടെ പിന്നാലെ പോകാനുണ്ട്. നമുക്കറിയാം ലോകം മുഴുവനും അനീതി പ്രവർത്തിക്കുന്നവർ കൂടിക്കൊണ്ടിരിക്കുക. സത്യത്തെക്കുറിച്ച് ശരിയായ ബോധ്യം അവർക്കുണ്ട്, പക്ഷേ അനീതി പ്രവർത്തിക്കാൻ വേണ്ടി സത്യത്തെ തളച്ചിടുന്നു. പള്ളിയിൽ പോകണം, കുമ്പസാരിക്കണം, ഇത് പാപമാണ്, ഇത് ചെയ്താൽ നാശം ഉണ്ടാകും, ഇതെല്ലാം അറിയാം. പക്ഷെ അറിഞ്ഞിട്ടും നമ്മൾ അറിഞ്ഞു ചെയ്യുന്ന പ്രവൃത്തി അനർത്ഥമല്ലാതെ പിന്നെ എന്താ വരേണ്ടത്? വായിക്കാൻ കേട്ടുകൊണ്ടുക. മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്ത് നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നു. നമുക്കറിയാം ഉരുളുപൊട്ടൽ എന്തെല്ലാമാണ് കേരളത്തിൽ സംഭവിച്ചത്. കേരളത്തിലല്ല, നമുക്കറിയാം എല്ലാ സ്ഥലങ്ങളിലും. ഞാൻ പോയിട്ടുള്ള ഫ്രാൻസിൽ അവിടെ ഇവിടെയൊക്കെ എല്ലാം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ലോകം മുഴുവനിലും ഇനിയും പോകാത്ത സ്ഥലങ്ങളില്ല. ഇനിയും ദൈവം വിളിച്ചുകൊണ്ടിരിക്കുക. ഓസ്ട്രേലിയ വിളിച്ചുകൊണ്ടിരിക്കുന്നു, കാനഡ എന്തുകൊണ്ടാണിത്? പ്രിയമുള്ളവരെ, അവിടെയൊക്കെ വചനപ്രഘോഷണം നടത്താന്നിട്ടാണോ? പക്ഷെ അനീതി പ്രവർത്തിക്കാൻ വേണ്ടി സത്യത്തെ എന്ത് ചെയ്യുന്നു? തളച്ചിടുന്നു. നമുക്കറിയാം കുടിക്കുന്നത് തെറ്റാണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ എന്നിട്ടും അത് കുടിക്കുന്നുണ്ടെങ്കിൽ സത്യം അറിഞ്ഞിട്ടും അനീതി പ്രവർത്തിക്കാൻ വേണ്ടി നീ സത്യത്തെ തളച്ചിടുകയാണ്. അത് ദൈവത്തെ തന്നെ തളച്ച സത്യം ആരാണ്? യേശുവാണ്. യേശു പറഞ്ഞ ഐ ആം ദ വേ, ഐ ആം ദ ട്രൂത്ത്. ഞാനാണ് വഴിയും സത്യവും ജീവനും. ആ വഴി നീ അടച്ചു കളയുന്നു. ആ സത്യം നിനക്കറിയാം. എന്നിട്ടും നീ അനീതി പ്രവർത്തിക്കുന്നത് കൊണ്ട് അനർത്ഥങ്ങൾ നിന്നെ വിട്ടുപിരിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നല്ല, ഏതെങ്കിലും വിധത്തിൽ ഒരു അനർത്ഥമില്ലാത്ത ഒരു മനുഷ്യ ജീവിതം ഈ ലോകത്തിൽ ഞാൻ കാണുന്നില്ല. ഈ അനർത്ഥങ്ങൾ വന്ന് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വ്യക്തമായിട്ട് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. 73-ാം സങ്കീർത്തനം 21-ാമത്തെ വചനം. അല്ലെ, ആത്മാവിൽ കൈപ്പേറുമ്പോൾ പുതിയ വചനം എനിക്ക് ലഭിച്ചതാണ്. ആത്മാവിൽ കൈപ്പേറുമ്പോൾ ഹൃദയം മുറിയാൻ തുടങ്ങും. എങ്ങനെയാണ് ഈ അനീതി പ്രവർത്തിക്കുന്നത്? സത്യം അറിഞ്ഞവരും സത്യത്തിൻ്റെ പിന്നാലെ നടന്നവരും എല്ലാം എങ്ങനെയാണ് ഈ അനീതിയുടെ പിന്നാലെ പോകുന്നു എന്ന് മനസ്സിലാക്കണം. എങ്ങനെയാണ് ഈ അനർത്ഥങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നത്? അനീതി പ്രവർത്തിക്കുന്നത് കൊണ്ട്, ദൈവത്തിന് അനിഷ്ടമായത് ചെയ്യുന്നത് കൊണ്ട്, ദൈവത്തെ മറന്ന് ജീവിക്കുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ ആ സാക്രമെൻറ്റ്സ് അല്ലെങ്കിൽ ദൈവ കുദാശകളെ കൂടുതൽ പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട്. ഇന്ന് വലിയ വിശ്വാസമൊന്നുമില്ല. പള്ളിയിൽ പോകുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, അല്ലാണ്ട് വിശ്വാസത്തോടുള്ള ആരാധനയൊന്നുമില്ല. വെറുതെ അധരം കൊണ്ടല്ല ദൈവത്തെ സ്തുതിക്കുക. ഹൃദയം കൊണ്ടൊന്ന് സ്തുതിച്ചു നോക്കുക. ദൈവം തമ്പുരാൻ നിന്നെ സകല പ്രശ്നങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വിളിച്ചു പറയുന്നു 73-ന്റെ 21-ാമത്തെ വചനം പറയുന്നു, എൻ്റെ എല്ലാവരും ഒന്ന് പറഞ്ഞേ, എൻ്റെ ആത്മാവിൽ കൈപ്പേറിയപ്പോൾ. എൻ്റെ ആത്മാവിൽ കൈപ്പേറിയ, നിങ്ങൾ ഓർത്തോണം, ആത്മാവില്ല കൈപ്പേറിയപ്പോൾ എൻ്റെ ഹൃദയത്തിന് എന്തേറ്റു? മുറിവേറ്റു. പ്രിയമുള്ളവരെ, ആത്മാവിൽ കൈപ്പേറുന്ന വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം, നിരാശ, ഇത് എല്ലാം കൂടെ നമ്മുടെ ജീവിതത്തെ അലട്ടുമ്പോൾ ആത്മാവ് അസ്വസ്ഥപ്പെടുമ്പോൾ ഈ കേട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിന് ഒരു മുറിവായിട്ട് കിടക്കും. ഈ മുറിവ് കഴുകാനോ ഇതൊന്ന് വെച്ച് കെട്ടാനോ നമ്മൾ ആരും പോകാറില്ല.
ഇതിനെയാണ് കൗൺസിലിങ്ങും ധ്യാനങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്നത്. പക്ഷേ ആർക്കും വേണ്ട. ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഓടി ദൈവത്തെ വിളിക്കാൻ ധ്യാനകേന്ദ്രങ്ങൾ ഓടി നടക്കും. കുമ്പസാരം വേണം, അവർക്ക് കൗൺസിലിംഗ് വേണം. പക്ഷേ ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇടവിടാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, ഇടവിടാതെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ഹല്ലേലൂയ. അവർക്ക് എന്തെല്ലാം സംഭവിച്ചാലും അതവരെ സ്പർശിക്കത്ത് പോലുമില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. കഷ്ടത കരകവിഞ്ഞൊഴിയാലും അതവരെ ബാധിക്കത്തില്ലെന്ന വചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. കാര്യം സത്യത്തിൻ്റെ പിന്നാലെയും ദൈവത്തെ വിളിച്ച് നടക്കുന്ന കഷ്ടത്തിലെന്നല്ല, കഷ്ടങ്ങൾ വന്നാൽ അത് കരകവിഞ്ഞൊഴിയാലും അതവരെ തൊടുക പോലുമില്ല. ഹല്ലേലൂയ. ഇപ്പം ബഹുമാനപ്പെട്ട ഡയറക്ടർ സിസ്റ്റർ പറഞ്ഞതുപോലെ അവരെല്ലാം വന്നായിരുന്നു. എൻ്റെ ജീവിത പങ്കാളി പോയിട്ട് അധികം മാസമായില്ല. ഞാൻ സെമിനാറിലൊക്കെ പോയി കഴിഞ്ഞിട്ട് വീണ്ടും ഇറങ്ങി കല്യാണമൊക്കെ കഴിച്ച്. ഞാനായിട്ട് ഇറങ്ങിയല്ല, എൻ്റെ അപ്പൻ മദ്യപാനിയായിരുന്നു. മദ്യം കുടിച്ച് ലക്ക് കേട്ടൊക്കെ വന്ന് തെറി വിളിച്ച് എന്നെ ഇറക്കിക്കൊണ്ട് വന്നതാണ്. അത് കഴിഞ്ഞിട്ട് വിവാഹം കഴിച്ചതോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുകയായിരുന്നു. 40 വർഷക്കാലം എന്നോടൊത്ത് ജീവിച്ചിട്ടും 8 മാസമാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചത്. ഒരു ശുശ്രൂഷയ്ക്ക് മുടങ്ങാൻ അനുവദിക്കത്തില്ല. ഇന്ന് ശുശ്രൂഷയുണ്ടെങ്കിൽ പറയും, ഡാഡി നിങ്ങൾക്ക് ശുശ്രൂഷയില്ലേ, ഇന്ന് പോകണ്ടേ. എനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് 40 വർഷക്കാലം എൻ്റെ കൂടെ ജീവിച്ചെങ്കിലും 8 മാസം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. 8 മാസം ഈ കുതിരപ്പടി വന്ന് താമസിപ്പിച്ചവരാണ് 8 മാസം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചത്. 8 മാസം കഴിഞ്ഞ് എന്നെ വിട്ടു പിരിയുന്നതിൻ്റെ ആ ദിവസം ഞാൻ പറയാം, അനർത്ഥങ്ങൾ എന്ന് പറയാം, ഇത് ദൈവം മുൻകൂട്ടി അറിയിച്ചു. നിൻ്റെ ജീവിത പങ്കാളി ഉള്ളത് കൊണ്ടാണ് നീ ശുശ്രൂഷ മുടങ്ങുന്നത്. അതുകൊണ്ട് നിൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ കൊണ്ടുപോകുകയെന്ന് 1 മാസം മുന്നേ അറിയിപ്പ് വന്നപ്പോൾ ഞാൻ മക്കളെ 2 പേരെയും വിളിച്ചു പറഞ്ഞു, മമ്മി മരിക്കുന്നതായിട്ട് ദർശനം കിട്ടിയിരിക്കുന്നു, മരിക്കുക തന്നെ ചെയ്യും. എൻ്റെ അമ്മയെ വിളിച്ചു പറഞ്ഞു, അമ്മയ്ക്ക് 94 വയസ്സുണ്ട്. അമ്മയെ വിളിച്ചു പറഞ്ഞു, അമ്മയും പറഞ്ഞു, എടാ നീ ഇങ്ങനെ പറയാൻ പാടില്ല മോനെ, നീ ഒരു ദൈവ ശുശ്രൂഷകൻ, അമ്മയെ ദൈവം കാണിച്ചു തന്നല്ലേ എന്ന് പറഞ്ഞു. എന്നാലും നീ ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, കറക്റ്റ് 30 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് പോയി. വയനാട്ടിൽ ശുശ്രൂഷയ്ക്ക് പോയിരിക്കുകയായിരുന്നു. ഞാൻ പോകുന്നില്ല, ഇത് കണ്ടപ്പോൾ എന്നുള്ള ഞാൻ ഇവളെ വിട്ട് എങ്ങോട്ട് പോകുന്നില്ല. കാര്യം 8 മാസം ഞങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം എന്തൊരു സന്തോഷ ജീവിതം. എന്നോടൊപ്പം എല്ലായിടത്തും വരും ശുശ്രൂഷ. വിദേശത്ത് പോയാലും ശുശ്രൂഷയ്ക്ക് എൻ്റെ കൂടെ വരും. ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ സന്തോഷവതിയായി കണ്ടുവന്നേക്കുന്ന ഒരു ജീവിത പങ്കാളി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എൻ്റെ ഇത്രയും വിജയം, 40 വർഷം ധ്യാനഗുരുവായ എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എൻ്റെ ജീവിത പങ്കാളിയുടെ താങ്ങാണ്. ഹല്ലേലൂയ. എവിടെ എങ്ങും പോകാതിരിക്കുക, എല്ലാ ധ്യാനകേന്ദ്രങ്ങളും എൻ്റെ കൂടെ വരും. വിദേശത്ത് പോയാൽ ധ്യാനിപ്പിക്കുന്നിടത്ത് ബൈബിൾ വായിക്കാനും ജപമാല ചൊല്ലുവാനും മധ്യസമിച്ച് പ്രാർത്ഥിക്കാനും എന്നോടൊപ്പം കൂടെ ഇരിക്കുന്നു. പ്രിയമുള്ളവർ, ഒരു വാക്കുകൊണ്ട് പോലും ഒരു പരാതി എന്നോട് പറഞ്ഞിട്ടില്ല. അനർത്ഥങ്ങൾ വരുമെന്ന് ഇതെല്ലാം കേട്ടിട്ടും ഞാൻ കുലുങ്ങിയില്ല. ബഹുമാനപ്പെട്ട സിസ്റ്ററൊക്കെ അവിടെ നിന്ന് എൻ്റെ കണ്ണിക്കൂടെ ഒരു കണ്ണുനീര് വന്നിട്ടില്ല. കാര്യം ദൈവത്തിന് വേണ്ടി എല്ലാം സമർപ്പിച്ചു, ദൈവത്തിന് വേണ്ടി എല്ലാം കൊടുത്തു. നീ ഇനിയും എനിക്ക് വേണ്ടി പൂർണ്ണമായിട്ട് വീണ്ടും ഇറങ്ങിത്തിരിക്കണം. അതിൻ്റെ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞ് 5-10 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇറങ്ങിത്തിരിച്ചു. ഇന്ന് എന്നെ വീട്ടിലിരുത്തത്തില്ല. അച്ഛന്മാർ വിളിയോട് വിളി, ബ്രദറെ വീട്ടിൽ ഇരിക്കാൻ പാടില്ല. ശരിയാണ്, വീട്ടിലിരുന്നാൽ എനിക്ക് ഓർമ്മകൾ കടന്നു വരും, വേദനിക്കും. പ്രിയമുള്ളവരെ, ഹൃദയം മുറിഞ്ഞു. അതാണ് ആത്മാവിൽ കൈപ്പേറുമ്പോൾ ആത്മാവിൽ കൈപ്പേറുമ്പോൾ ഹൃദയം മുറിയും. ഹൃദയം മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി എന്താ ചെയ്യേണ്ടതെന്നറിയാം. അജ്ഞത കൊണ്ട് മൂഢത പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതാണ് അനീതി പ്രവർത്തിക്കുക. അനീതി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അനർത്ഥങ്ങൾ നമ്മളെ വിട്ടു പിരിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന ഏത് ഭാരത്തോടു കൂടിയാണ് നിങ്ങൾ ഈ വചന കൂട്ടാരത്തിൽ വന്നെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ആ പ്രശ്നം മാറിക്കിട്ടുമെന്ന് ഈ ബലിപീഠത്തിന് മുമ്പാകെ ഞാൻ നിശ്ചയമായിട്ടും സത്യമായിട്ടും പറയുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യും. കാരണം ഇത് വചന കൂടാരം ദൈവത്താൽ നിറയപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ദൈവമാണ്, ദൈവത്തിൻ്റെയാണ്. ഇതിൻ്റെ എല്ലാ കോർണറുകളിലും ഇതാ ദൈവത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരനുഭവം നമുക്കറിയാം. പ്രത്യേകിച്ച് ധ്യാനകേന്ദ്രങ്ങളെല്ലാം, ചെത്തിപ്പുഴ ഈ ധ്യാനകേന്ദ്രം, കാർമൽ മൗണ്ട് ധ്യാനകേന്ദ്രം എത്രയോ വർഷങ്ങൾ കൊണ്ട് ഇവിടെ വചനപ്രഘോഷകരുടെ വലിയൊരു ജീവജലം ഒരുകുന്ന പോലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഏത് ഭാരത്തോടു കൂടിയാണ് നീ ദൈവസന്നിധി വന്നെങ്കിൽ നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും. നിശ്ചയം. പക്ഷേ അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവേൻ. ഹല്ലേലൂയ. അത് അനീതി പ്രവർത്തിക്കാതെ ദൈവസന്നിധി കടന്നു വരണം. എങ്ങനെ അനീതി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവിൽ കൈപ്പേറുമ്പോൾ ഹൃദയം മുറിയുമ്പോൾ അടുത്ത വാക്ക് പ്രധാനപ്പെട്ടത് കേട്ടോണം. ഞാൻ പിന്നെ മൂഢനാണ്. എത്ര അറിവുള്ളവനാന്നേലും ആത്മാവിൽ കൈപ്പേറുമ്പോൾ ഹൃദയം മുറിയുമ്പോൾ അവൻ മൂഢത്തരം കാണിക്കത്തുള്ളൂ, പൊട്ടത്തരങ്ങൾ കാണിച്ചു വെക്കും. എന്താ ചെയ്തു കൂട്ടേണ്ടതെന്ന് അവന് തന്നെ
അജ്ഞത ബാധിച്ചു കഴിഞ്ഞു, അന്ധത ബാധിച്ചു കഴിഞ്ഞു, എന്താ ചെയ്യേണ്ടിയെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ അജ്ഞത ബാധിക്കുന്നതിന് മുമ്പ് അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കത്തില്ല. ഹല്ലേലൂയ. കൈ പൊക്കി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അവർക്ക് കൈ പൊക്കാൻ പറഞ്ഞപ്പോൾ ഈയിടെ ഹിന്ദിയിലെ കുറേ സിസ്റ്റേഴ്സിനെ, ഡോൺ ബോസ്കോ സിസ്റ്റേഴ്സിനെ ജെറുസലേം ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ധ്യാനിപ്പിക്കാനുണ്ടായി. എൻ്റെ ദൈവമേ, ഇങ്ങനത്തെ നല്ല സിസ്റ്റേഴ്സിനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാര്യം കൈ പൊക്കാൻ പറഞ്ഞാൽ കൈ പൊക്കും, സ്തുതിക്കാൻ പറഞ്ഞാൽ സ്തുതിക്കും. ഒരു 3 ദിവസത്തെ ധ്യാനം കഴിഞ്ഞപ്പോൾ സിസ്റ്റർമാരെല്ലാം അച്ഛന്മാരോട് പറഞ്ഞു, ഈ ബ്രദറിൻ്റെ ടോക്ക് 1 മാസമെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഇത്രയും അറിയാമായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ലോകത്തിൻ്റെ ചെറിയ ചെറിയ തെറ്റുകളിൽ അകപ്പെടത്തില്ലായിരുന്നു. എത്രമാത്രം നല്ല രീതിയിൽ. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു, ഈ വചനം അന്ന് എനിക്ക് കിട്ടിയതാണ്. എന്താണ്? ആത്മാവിൽ. അത് ആർക്കും സംഭവിക്കും പ്രിയമുള്ളവരെ. മനുഷ്യ ജീവിതമാണെങ്കിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. പ്രശ്നങ്ങൾ അലട്ടുമ്പോൾ പ്രശ്നങ്ങളുടെ പിന്നാലെ പോകാതെ പ്രശ്നങ്ങളെ മാറ്റാൻ കഴിവുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിക്ക്, അവിടെ നിന്നെ മോചിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ നമ്മളെല്ലാം പ്രശ്നങ്ങൾ വരുമ്പോൾ പലരെയും ആശ്രയിച്ച് പോകും. അപ്പോൾ അവർ പറയും അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഇവിടെ പോകും, അല്ലെങ്കിൽ അത് ചെയ്യ്, അല്ലെങ്കിൽ ഇവിടെ കണ്ട് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക. എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് ചെയ്യുന്നത്. ദൈവം ഇതൊന്നും വാഗ്ദാനം ചെയ്തിട്ടില്ല. ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു വചനം, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങളെൻ്റെ ശിഷ്യരെ, എൻ്റെ മക്കളാണ്, എൻ്റെ സഹോദരങ്ങളാണ്. വചനത്തിൽ നിലനിൽക്കാൻ അവിടെ ഇവിടെ ഓടിപ്പോണ്ട കാര്യമില്ല. വചനം എവിടെയാണ് അവിടെ പോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യർത്ഥ കാഴ്ചകളും വ്യർത്ഥ പ്രവൃത്തികളും നമ്മളെ ഉണ്ടെന്ന അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ, അനീതി നിറഞ്ഞ തിരുനാളുകൾ ഒക്കെ ദൈവം വെറുക്കുന്നെന്ന യെശയ്യാ പ്രവാചകൻ പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. കാര്യം ദൈവത്തിൻ്റെ വചനത്തിനെതിരായിട്ട് ചെയ്യുമ്പോഴാണ് അനീതി പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ കഷ്ടപ്പാടുകളും വേദനകളും വരുമ്പോൾ അവിടെ ഇവിടെ നട്ടോട്ടം ഓടാതെ ദൈവം വചനം കേൾക്കാനായിട്ട് നമ്മൾ കടന്നു വരുമ്പോൾ വചനം നിങ്ങളെ സൗഖ്യപ്പെടുത്തും. വചനം നിങ്ങളെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് വിടുമല്ലോ, വിടും. ഹല്ലേലൂയ. അപ്പം ഞാൻ മൂടനും അച്ഛനും ആകുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ ആത്മാവിൽ കൈപ്പേറുമ്പം വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം, ഇതെല്ലാം ആത്മാവിനെ ബാധിക്കുന്ന പാപങ്ങളാണ്. ശരീരത്തെ ബാധിക്കുന്ന പാവങ്ങളാണ് വ്യഭിചാരം, മദ്യപാനം. ഇതൊക്കെ ആത്മാവിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ശരീരത്തിൻ്റെ പാപങ്ങളെല്ലാമാണ് കുമ്പസാരത്തിൽ ഏറ്റു പറയുന്നത്. എന്നാൽ നമ്മുടെ ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന ആ പാപങ്ങളിൽ നിന്ന് നമുക്ക് വിമോചനം കിട്ടിയാൽ നിശ്ചയമായിട്ടും നീ ആത്മശക്തി പ്രാപിക്കും, മനസ്സിനെ നിയന്ത്രിക്കും, ശരീരത്തെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ 3 മേഖലകളെ കൺട്രോൾ ചെയ്യുന്നത് ആത്മശക്തിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 2 തിമോത്തി 1:7 പറയുന്നത്, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നിങ്ങൾക്ക് തന്നത്. 2 തിമോത്തി 1:7 പറയുന്നു, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നിങ്ങൾ തന്നിരിക്കുന്നത്. പിന്നെന്താണ്? പിന്നെ ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. ഇതിനെയാണ് നമ്മൾ കൈക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ആത്മനിയന്ത്രണമില്ല, ശക്തിയില്ല, സ്നേഹവുമില്ല. പിന്നെയോ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും എല്ലാം കൂടുക. ഇതെന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? പ്രിയമുള്ളവരെ, അനിഷ്ടമായിട്ട് അനീതി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ ആത്മാവിൽ കൈപ്പേറുമ്പോൾ എൻ്റെ ഹൃദയം മുറിയുന്നു. ഹൃദയം മുറിഞ്ഞു കഴിഞ്ഞാൽ മൂടനും അച്ഛനുമായിട്ട് ഞാൻ ജീവിക്കാൻ തുടങ്ങും. എന്തെല്ലാം പൊട്ടത്തരം വേണേലും കാട്ടിക്കൂട്ടും, എന്തു പറഞ്ഞാലും ചെയ്യും. ഹല്ലേലൂയ. പക്ഷെ മോചനം കിട്ടത്തില്ല. കാരണം 2 കൊരിന്ത്യസ് 4-ാമത്തെ വചനം പറയുന്നു. 2 കൊരിന്ത്യസ് 4-ാമത്തെ വചനം, 2 കൊരിന്ത്യസ് ചാപ്റ്റർ 4:4 പറയുന്നു, ഈ ലോകത്തിൻ്റെ അധിപൻ, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിന് എന്ത് ചെയ്യുന്നു? അവരുടെ മനസ്സിന്, അതാണ് അജ്ഞത ബാധിക്കുന്ന വ്യക്തികളുടെ മനസ്സിന് അന്ധമാക്കിയതിനാൽ ആത്മാവിൽ കൈപ്പേറുന്നു, മനസ്സിനെ എന്ത് ബാധിച്ചു? അന്ധത ബാധിച്ചു. കണ്ടോ? ആത്മാവ്, മനസ്സ്, ശരീരം, ഈ 3 മേഖലകളിൽ നമ്മൾ വിശുദ്ധീകരണം നേടിയാൽ ഒരൊറ്റ ദുഷ്ടശക്തിക്ക് നമ്മളെ തൊടാൻ പറ്റത്തില്ല. ഒറ്റ ദുഷ്ടശക്തിയും നമ്മളെ പെടുന്നു. ഞാൻ ഈ മേഖലകളിലെല്ലാം കൈകാര്യം ചെയ്യുന്നത് മാനസിക രോഗികളെ, ഭ്രാന്തന്മാരെ ധ്യാനിപ്പിക്കുന്ന ഒരു ബ്രദറാണ്. പാലക്കാട് ഒരു സിസ്റ്റേഴ്സ് നടത്തുന്നിടത്തുണ്ട്. ഒരുപാട് മാനസിക രോഗികളെ ധ്യാനിപ്പിച്ച് സൗഖ്യപ്പെടുന്നു സൈക്കോളജിക്കലായിട്ട്. ഇവിടെ IMSലെ 3 സെൻ്ററുണ്ട്, ചേർത്തലയിലൊന്നുണ്ട്. ഇവിടെ എല്ലാം മാനസിക രോഗികളെ ഇതുപോലൊരു ഇത് കൊണ്ടിടും, കഥയെല്ലാം പൂട്ടിയിടും. എന്നിട്ട് ഡോക്ടർമാരകത്ത് കാണും, ബാക്കിയുള്ളവരെല്ലാം വെളിയിരിക്കും. എന്തെങ്കിലും ഒന്ന് വയലൻ്റ് ആകുക, പൊട്ടിത്തെറിക്കുക ചെയ്ത് ഒന്ന് പിടിച്ചൊതുക്കാൻ ആൾ വേണം. പക്ഷേ ദൈവം സഹായിച്ച് ദൈവത്തിന് മുമ്പാകെ
പറയുക, ഈ എളിദാസൻ സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ എല്ലാ മാനസിക രോഗികളും ശാന്തമായിട്ടിരിക്കും. ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും. പക്ഷെ നമ്മളോട് പറഞ്ഞാൽ ഇരിക്കത്തുമില്ല. കൈവക്കാൻ പറഞ്ഞാൽ അവരോട് കൈവക്കാൻ പറഞ്ഞാൽ നല്ലപോലെ കൈവക്കും. പക്ഷെ അവർ ഭ്രാന്തന്മാരും നമ്മളെ പരിഭ്രാന്തരും. ഹല്ലേലൂയ. നമുക്ക് പരിഭ്രാന്തി, നമ്മളെ ഇന്നോളം കണ്ടിട്ടില്ലാത്ത പരിഭ്രാന്തി മനുഷ്യനെ പിടികൂടുന്നത് ആത്മാവിൽ. അവർ ഭ്രാന്തന്മാർ, അവരെ ചികിത്സിച്ചാൽ ഭേദമാകും. പക്ഷെ പരിഭ്രാന്തരെ ചികിത്സിച്ചാൽ ഒരിക്കലും ഇല്ല. അസത്യം. അങ്ങനെ ഒരു ഡോക്ടറെ ഞാൻ കണ്ടിട്ടില്ല. പരിഭ്രാന്തരെ ചികിത്സിക്കുന്ന ഡോക്ടറെ കണ്ട. അതെവിടെ എഴുതിയേക്കുന്ന പറയാം, പരിഭ്രാന്തി. അവരെ ഇന്നോളം കണ്ടിട്ടില്ലാത്ത പരിഭ്രാന്തി. അനർത്ഥങ്ങൾ വരുമ്പോൾ, കഷ്ടപ്പാടുകൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, വേദന വരുമ്പോൾ, ഞാൻ അവർക്കായിരുന്നു ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് നമ്മുടെ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലെ സിസ്റ്റർ, അവിടെ ഡ്യൂട്ടി ചെയ്യുന്ന സിസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞു, ബ്രദറെ, എൻ്റെ അപ്പച്ചന് പുഷ്പഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഇവിടെ ചികിത്സ ഇല്ലാത്തതുകൊണ്ട് അവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തേക്കുക. ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കാമോ ഫോണിൽ കൂടെ? ഞാൻ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ എന്താ പ്രശ്നമെന്ന് കണ്ടു. അപ്പച്ചന് താങ്ങാൻ പറ്റാത്ത എന്തോ വിഷമം അപ്പച്ചൻ്റെ മനസ്സിൽ കൊള്ളുന്നുണ്ട്. അപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞു, ഞാൻ ഒരു മോളാണ്, ഒരു മോനുമാണ്. അപ്പം തീർച്ചയായിട്ടും ബ്രദർ പറഞ്ഞ സത്യമാണ്. അപ്പച്ചൻ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് എന്നോട് ഇത് പറഞ്ഞായിരുന്നു. അത് മനസ്സിൽ കിടക്കുന്ന ാണ് അപ്പച്ചന് സ്വസ്ഥതയില്ല. ആത്മാവിലെ മനസ്സിനെ മുറിവേറ്റു. മനസ്സിന് എന്ത് പറ്റി? മുറിവേറ്റു. കണ്ടോ, മനസ്സിന് നിയന്ത്രണമില്ല വന്നപ്പോൾ ബോഡി വീക്കായി. ബോഡി പെട്ടെന്നായിരിക്കും വീക്കാകുന്നത്. ബോഡി പെട്ടെന്ന് സിന്നിലേക്ക് പോകും, പാപം ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് മൂഢത നിമിത്തം അജ്ഞത ബാധിച്ചാൽ, നമ്മൾ മനസ്സിന് അജ്ഞത ബാധിച്ചാൽ പിന്നെ നമ്മൾ ശരീരം കൊണ്ട് എന്ത് വേണേലും പ്രവർത്തിച്ചു കിട്ടും. അത് പാപത്തിൻ്റെ മേഖലയാണ്. ഞാൻ പിന്നെ ഇന്ന് രാവിലെ പറഞ്ഞു, ബ്രദറെ ഇപ്പോൾ ഒരു സ്വല്പം ആശ്വാസം, ബ്രദർ ഒന്ന് വരുമോ? ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലെ മെയിൻ ഒരു ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർ FCC ആണ്. സിസ്റ്റർ എന്നെ വിളിച്ചു, എന്നെ അറിയാം. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, ബ്രദർ ഒന്ന് വരാം. ഞാൻ പറഞ്ഞു, നോക്കട്ടെ, ഇന്ന് എനിക്ക് ഭയങ്കര പ്രോഗ്രാം ഉണ്ട്, നാളെ രാവിലെ വരാമെന്ന്. ബ്രദർ ഒന്ന് വന്ന് സംസാരിച്ച് ക്ലിയർ ആകുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിൻ്റെ ഭാരങ്ങൾ പങ്കുവെക്കലുണ്ട്. അത് നമുക്കറിയാം. കൗൺസിലിംഗ്, നല്ല കൗൺസിലേഴ്സ്, അതായത് 3 പോയിൻ്റ് മുതൽ 5 പോയിൻ്റ് വരെയുള്ള കൗൺസിലേഴ്സ് എന്ന് പറയുന്ന 3-ന് താഴെയുള്ള കൗൺസിലേഴ്സൊക്കെ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യും, ചിലപ്പോൾ നമ്മളെ ചൂഷണം ചെയ്യും. ഞങ്ങൾ ഈ കൗൺസിലിംഗ് കോഴ്സ് ഞാൻ കൊടുക്കുന്നുണ്ട്. ആ 3-ന് മേളിലോട്ടുള്ള സ്റ്റെപ്പ്, 5 സ്റ്റെപ്പ് വരെയാണ് കൗൺസിലിംഗ് കോഴ്സിൽ. ഇതിൽ 21 കാര്യങ്ങളുണ്ട്. മനഃശാസ്ത്രമൊക്കെ അതിൽ വരുന്നുണ്ട്. ഇതൊക്കെ പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ 3-ന് മേളിലോട്ടുള്ളവർ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യും, മറ്റുള്ളവരെ ശക്തി പ്രാപിക്കും. ഇങ്ങനെയുള്ള കൗൺസിലേഴ്സിൻ്റെ നമ്മൾ അല്ലാതെ കൗൺസിലിംഗ് കേസിന് പോയ ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവസന്നിധിയിൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് നടക്കാതെ ദൈവം നമ്മളോട് പറയുന്ന കാര്യം ചെയ്താൽ പോരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ കഷ്ടപ്പെടുമ്പോഴും വേദനകളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വരുമ്പോൾ നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം തരും, ഞാൻ നിന്നെ മോചിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും വേണ്ട. മനുഷ്യ മക്കളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഉചിതം മനുഷ്യരിൽ ആശ്രയിക്കുക ആണോ? അല്ല, പിന്നെ ഉണ്ടായിരിക്കുന്നത് ഇതന്നെ. നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഉചിതം ദൈവത്തിൽ ആശ്രയിച്ച് നോക്കിക്ക്, തീർച്ചയായിട്ടും അവിടെ നമ്മൾ വിജയം നേടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനം 53:5 പറയുകയാണ്, ഇന്നോളം കണ്ടിട്ടില്ലാത്ത പരിഭ്രാന്തി അവരെ പിടികൂടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആത്മാവിൽ കൈപ്പേറുമ്പോൾ, ഹൃദയം മുറിയുമ്പോൾ അജ്ഞത ബാധിക്കും, മൂഢതകൾ പ്രവർത്തിക്കും. ഇങ്ങനെ നമ്മളെ ദൈവത്തിന് അനിഷ്ടമായത് പ്രവർത്തിച്ചു പോകുമ്പോൾ അനർത്ഥങ്ങൾ നമ്മളെ വിട്ടുപിരിയത്തില്ല. ഒന്നിൻ്റെ പിന്നാലെ ഓരോ പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കും. ഇത് മാറ്റാൻ ഈ ലോകത്തിൽ ഒരു കുഞ്ഞിനും പറ്റത്തില്ല. ആർക്ക് മാത്രമേ പറ്റൂ? ദൈവത്തിൻ്റെ സന്നിധി വരാതെ വരെ എല്ലാ മുഴങ്കാലുകളും ദൈവം മുമ്പിൽ മടക്കണം. എത്ര ഗതികെട്ടവനാണെങ്കിലും, എത്ര സമ്പന്നനാണെങ്കിലും, എത്ര അധികാരത്തിലിരിക്കുന്നവനാണെങ്കിലും ദൈവം തമ്പുരാൻ താഴെ ഇറക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിക്കാം, കേട്ടോണം. അതാ അവർ പരിഭ്രാന്തരായിരിക്കുന്നു, ഇന്നോളം കണ്ടിട്ടില്ലാത്ത പരിഭ്രാന്തി. കണ്ടോ? അല്ല, ഇന്നോളം കണ്ടിട്ടില്ലാത്ത പരിഭ്രാന്തി അവര് പിടികൂടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അധർമ്മികളുടെ അസ്ഥികളെ ചിതറിക്കുമെന്ന് അവിടെ അടുത്ത വചനം പറയുന്നെങ്കിൽ അനീതി പ്രവർത്തിക്കുന്നവരെ ദൈവം തമ്പുരാൻ ചിതറിച്ച് കളയും. അപ്പോൾ അനീതി പ്രവർത്തിക്കുക, ദൈവത്തിന് ഇഷ്ടമുള്ളത് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിൻ്റെ കഷ്ടങ്ങളും നഷ്ടങ്ങളും കഴിഞ്ഞകാല ജീവിതത്തിൽ നീ ചെയ്തു പോയ തെറ്റുകളും ദൈവം പൊറുക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 30-ാമത്തെ തിരുവചനം പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 30-ാമത്തെ തിരുവചനം പറയുക, അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കത്തില്ല. അജ്ഞത ബാധിച്ച് നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങളൊന്നും ദൈവം എന്ത് ചെയ്യത്തില്ല? കണക്കിലെടുത്തില്ല. അതിന് ശിക്ഷ കിട്ടത്തുമില്ല. പക്ഷേ എല്ലായിടത്തും എല്ലാ ജനതകളോടും അവിടുന്ന് ആജ്ഞാപിക്കുന്നു,
പശ്ചാത്തപിക്കണം. എന്ത് ചെയ്യണം? പശ്ചാത്തപിക്കണം. നീ ചെയ്ത തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിച്ച് ദൈവസന്നിധിയിലേക്ക് നീ തിരിച്ചു വന്നാൽ മതി. ഞാൻ നിന്നെ മോചിപ്പിക്കും. രക്ഷയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആത്മാവിൽ അജ്ഞത ബാധിക്കുന്നത് ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ മനസ്സിനെ എന്ത് ചെയ്യുന്നു? അന്ധമാക്കുന്നതിനാൽ അവർ ദൈവത്തിൻ്റെ ഈ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ആ ദൃശ്യമല്ലാത്ത വ്യക്തികളെ, സഹോദരന്മാരെയും കാണപ്പെടുന്നവരെയും എല്ലായിടത്തും വെറുപ്പും വിദ്വേഷം കൊണ്ട് നടക്കും. അവർക്കൊരിക്കലും ഗതിയുണ്ടാകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 യോഹന്നാൻ 2:11 വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ്. ഇപ്പോഴും അന്ധകാരം അവനെ പിടികൂടിയത് കൊണ്ട് അവന് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് അവന് തന്നെ അറിഞ്ഞുകൂടാ. അപ്പോൾ അന്ധത ബാധിച്ചു കഴിഞ്ഞു. എവിടെല്ലാം? 3 മേഖലകളിൽ. 1 ആത്മാവിൽ, 2 മനസ്സിനെ അന്ധമാക്കുന്ന ആരാ? ഈ ലോകത്തിൻ്റെ അധിപൻ. അതാരാ? പിശാച്. എന്തിനാണെന്നറിയോ? അവൻ്റെ ഇഷ്ടങ്ങൾ നിങ്ങളെ കൊണ്ട് നിർവഹിപ്പിക്കണം. ദൈവ ഇഷ്ടം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അതിന് അവൻ മനസ്സിന് അന്ധത നമുക്ക് തരും. അന്ധതയിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, എവിടോട്ട് പോകണമെന്ന് നമുക്ക് തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകും. വായിക്കാം കേട്ടോണം. 1 യോഹന്നാൻ 2:11. എന്നാൽ തൻ്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇപ്പോഴും ഇരുട്ടിലാണ്. അവൻ ഇരുട്ടിൽ നടക്കുന്നു. ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം അവനറിയുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ശരീരത്തെയും അന്ധത ബാധിക്കുക. ശരീരം കൊണ്ട് എന്ത് വേണേലും ചെയ്യിപ്പിക്കും അവൻ നമ്മളെ കൊണ്ട്. ഹല്ലേലൂയ. അപ്പം ആത്മാവിൻ്റെ മേഖല, മനസ്സിൻ്റെ മേഖലകൾ, ശരീരത്തിൻ്റെ മേഖല. ശരീരം പാപം ചെയ്യുന്നെങ്കിൽ, ശരീരം ദുഷ്ടത പ്രവർത്തിക്കുന്നെങ്കിൽ അത് മനസ്സിൻ്റെ മേഖല അന്ധമാക്കതി എന്നുണ്ട്. ആത്മാവിൽ കൈപ്പേറി. ആത്മാവിൽ എന്ത് കയറി? കൈപ്പേറി. ഇന്നോളം കണ്ടിട്ടില്ലാത്ത കൈ. അതുകൊണ്ട് തന്നെ എന്നെ അവർ വിളിച്ചപേക്ഷിക്കുന്നു, പക്ഷെ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. എവിടെ പറയുന്നത്? വിലാപം 3:8. നമ്മൾ ഒരു ജീവിതയാത്ര ബൈബിളിൽ കൂടെ ഒന്ന് ഓടി നടക്കുക. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. ജീവിതയാത്രയില്ല. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള ഒരു യാത്രയാണ്. വായിക്കുക, കേട്ടുള്ളുക. വിലാപങ്ങൾ 3:8 പറയുക. കർത്താവ് പറഞ്ഞ് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ എന്ത് ചെയ്യും? എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഞാൻ വിളിച്ചപേക്ഷിക്കുന്നെങ്കിലും അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കണ്ടോ? അവിടുന്ന് എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളുന്നില്ല. അനേകര് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നുണ്ട്, പക്ഷെ അവരുടെ പ്രാർത്ഥന ദൈവം എന്തുകൊണ്ടാണ്? അനീതി പ്രവർത്തിക്കുന്നതുകൊണ്ട്, മനസ്സ് അന്ധമാക്കിയിരിക്കുന്നതുകൊണ്ട്, അതുകൊണ്ട് ഹൃദയം മുറിഞ്ഞിരിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അജ്ഞതയുടെ കാലഘട്ടങ്ങളെ കർത്താവ് കണക്കിലെടുക്കാതെ നിങ്ങൾ പശ്ചാത്തപിച്ച് ദൈവസന്നിധി വന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ നിശ്ചയമായിട്ട് നിനക്ക് അനുഗ്രഹം നൽകിയിരിക്കും. സങ്കീർത്തനം 32:5-6 നമുക്കൊന്ന് വായിച്ചു നോക്കിയേ. അവിടെ വ്യക്തമായിട്ട് പറയുക, ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അല്ലെങ്കിൽ അനർത്ഥങ്ങളിൽ അവിടുത്തെ വിളിച്ചപേക്ഷിക്കട്ടെ. ഹല്ലേലൂയ. കഷ്ടത കരകവിഞ്ഞൊഴിയാലും അതവരെ ബാധിക്കത്തില്ല. സങ്കീർത്തനം 32:5-6 നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. വായിക്കാം. എന്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എന്റെ അകൃത്യം ഞാൻ മറച്ചു. കണ്ടോ? നമ്മുടെ അജ്ഞത ബാധിച്ച് നമ്മൾ ചെയ്തു കൂട്ടിയതെല്ലാം ദൈവത്തോട് ഏറ്റുപറയുക എന്ന് പറഞ്ഞ കുമ്പസാരത്തിലെല്ലാം ഏറ്റുപറയുക. എന്റെ പാപം ഞാൻ മറച്ചു വെച്ചില്ല, എന്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. ആകയാൽ ദൈവഭക്തർ. ഈ കുമ്പസാരിക്ക് കൂദാശകളിലൊക്കെ പോകുന്നവരും പശ്ചാത്തപിച്ച് തിരിച്ചു വരുന്നവരുടെ പേരെന്താണ്? ദൈവഭക്തർ. അവരുടെ പേരെന്താണ്? ദൈവഭക്തർ. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴിയാലും അതവരെ സമീപിക്കത്തില്ല. കണ്ടോ? ദൈവം തമ്പുരാൻ നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ്. നിന്റെ കഷ്ടതകൾ എത്ര വേണേലും വന്നോട്ടെ, പക്ഷെ നിന്നെ അത് ബാധിക്കത്തില്ല. നീ ദൈവഭക്തി വളരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അടുത്തിടെ വലിയൊരു ക്ലാസ് ഞാൻ എടുത്ത്, ഇൻ്റർനാഷണൽ ലെവലിലായിരുന്നു. അത് സൂമിൽ കൂടിയായിരുന്നു. ഇൻ്റർനാഷണൽ ലെവലിലെടുത്ത് ഭാഗ്യം, ദൗർഭാഗ്യം, പിന്നെ നമ്മളുണ്ടാക്കുന്ന നിർഭാഗ്യം. ഹല്ലേലൂയ. ഈ ഭാഗ്യം എന്താണ്?
എങ്ങനെയുള്ളവർക്ക് ഭാഗ്യം ലഭിക്കും? നമ്മൾ ഒരു ലോട്ടറി അടിച്ച്, സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു, ഒരു ലോട്ടറി അടിച്ച്, അവൻ്റെ ഭാഗ്യം അല്ലേ? അവൻ്റെ നിർഭാഗ്യമാണ്, അവൻ്റെ ദൗർഭാഗ്യമാണ്. ഹല്ലേലൂയ. അത് ഭാഗ്യമല്ല. സുവിശേഷ ഭാഗങ്ങൾ നമുക്കറിയാം, മുഴുവനും 10 കാര്യങ്ങൾ ഭാഗ്യത്തെക്കുറിച്ച് പറയുന്നത്. നീതിക്ക് വേണ്ടി പീഡനം സഹിക്കുന്നവൻ ഭാഗ്യവാന്മാർ, ഇങ്ങനെ സുവിശേഷ പറയുന്നത്. ദൈവഭക്തി നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ അവർ ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ എനിക്ക് മെസ്സേജ് ഒരുപാട് വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സൂപ്പർ. കാരണം എന്താണെന്നറിയോ? ഭാഗ്യം ആയുസ്സെത്തി മരിക്കുന്നതാണ്. ആയുസ്സെത്തി മരിക്കും. ഇന്ന് ആയുസ്സിൻ്റെ പകുതി പോലും എത്തുന്നില്ല. കാര്യം ദുഷ്ടത പ്രവർത്തിക്കുന്നത് കൊണ്ട്, അനീതി പ്രവർത്തിക്കുന്നത് കൊണ്ട്. സങ്കീർത്തനം 55:23 അത് വിളിച്ചു പറയുകയാണ്. സങ്കീർത്തനം 55:23 വിളിച്ചു പറയുകയാണ്. അനീതി പ്രവർത്തിക്കുന്നവരുടെ കാര്യങ്ങൾ കർത്താവ് പറയുകയാണ്. അവിടുന്ന് പറയുകയാണ്, അങ്ങ് അവരെ അഗാധത്തിലേക്ക് തള്ളി വീഴ്ത്തിയിരിക്കുന്നു. രക്തദാഹികളും വഞ്ചകരും എന്നാ എത്തത്തില്ലെന്ന് പറഞ്ഞ് കണ്ടോ? രക്തദാഹികളും വഞ്ചകരും ആയുസ്സിൻ്റെ പകുതി എത്തില്ല. കൊലപാതകം, രക്തദാഹം, മാംസങ്ങളെ, അതായത് ജഡമോഹങ്ങളെ, നമുക്കറിയാം വ്യഭിചാരങ്ങളെ, മദ്യപാനങ്ങളെ ഇന്ന് അടിക്കടി കൂടിക്കൊണ്ടിരിക്കുക ആണോ അല്ലയോ? അങ്ങനെ അവരെ എന്ത് ചെയ്യുന്നില്ല? ആയുസ്സിൻ്റെ. അപ്പം ഏറിയാൽ 70 അല്ലെങ്കിൽ 80 നമ്മുടെ ആയുഷ്കാലം. അത്രയും കാലം നമുക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നോട്ടെ. പക്ഷെ ദൈവം പറയുകയാണ് ആയുസ്സിൻ്റെ പകുതി എത്തത്തില്ല എന്ന് പറഞ്ഞാൽ 35 വയസ്സിന് താഴെയുള്ള മരണങ്ങളാണ് ഇന്ന് കൂടുതൽ നടക്കുന്നത്. ആണോ അല്ലയോ? ആണോ? അപകട മരണം, ജയിലിലെ തീവ്രവാദികളെ വെടികൊണ്ട് മരിക്കുന്നു, കുത്തുകൊണ്ട് എല്ലാം ആയുസ്സിൻ്റെ പകുതി എത്തത്തില്ല. ഇത് ദുഷ്ടന്മാരുടെ ഒരിതാണ്, അനീതി പ്രവർത്തിക്കുന്നവർ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പറയാണ്, ആകയാൽ ദൈവഭക്തർ ഇതാ ആപത്തിൽ അവിടുത്തോടെ വിളിച്ചപേക്ഷിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴിയാലും അതവരെ ബാധിക്കത്തില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് ഓർക്കുകയായിരുന്നു, എങ്ങനെയാണ് ഹൃദയം മുറിയുമ്പോൾ, ആത്മാവിൽ കൈപ്പേറുമ്പോൾ എങ്ങനെയാണ് ഹൃദയം മുറിഞ്ഞ് നമ്മൾ ദുഷ്ടത പ്രവർത്തിക്കാൻ പോകാതെ ഈ സമയങ്ങളിലാണ് നമുക്കൊരു കൗൺസിലിങ് ആവശ്യം, ഒരു വചന പ്രഘോഷണത്തിൽ പങ്കുചേരുക ആവശ്യമാണ്, ഒരു ധ്യാനം കൂടണം ആവശ്യമാണ്. കാര്യം വചനത്തിൽ കൂടിയാണ് ദൈവം അവരെ വിടുതൽ കൊടുക്കും. നമുക്കറിയാം 107-ാം സങ്കീർത്തനം 19-20 വചനത്തിൽ എല്ലാവർക്കും കാണപ്പെടാൻ അറിയാവുന്നൊരു വചനമാണ്. എന്നാ സങ്കീർത്തനം 107:19 അവിടെ വ്യക്തമായിട്ട് പറയുക, അവൻ്റെ സകല ഞെരുക്കങ്ങളിൽ നിന്നും അവൻ കഷ്ടതയുടെ ദിനത്തിൽ, കഷ്ടതയിൽ അവൻ എന്നോട് കണ്ടോ, കഷ്ടതയിൽ അവൻ എന്നോട് നിലവിളിച്ചു, അവിടുന്ന് അവരെ ആ അവസ്ഥയിൽ നിന്ന്, ആ ഞെരുക്കങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചു. കണ്ടോ, രക്ഷിച്ചു. എങ്ങനെ രക്ഷിച്ചത്? അവിടുന്ന് തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. പ്രിയമുള്ളവരെ, ഏത് പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ അവിടെ ഇവിടെ നട്ടോട്ടമിടാതെ തിരുവചനങ്ങൾ ശ്രവിക്കുവാനായിട്ട് കടന്നു വന്നാൽ ആ വചനം നിനക്ക് വേണ്ടിയാണ്, ആ വചനം നിന്നെ സൗഖ്യപ്പെടുത്തുന്നതാണ്, ആ വചനം നിന്റെ ഈ അനർത്ഥങ്ങളിൽ നിന്ന്, ഈ കഷ്ടപ്പാടിൽ നിന്ന്, ഈ വേദനയിൽ നിന്ന് നിനക്ക് സൗഖ്യപ്പെടുത്തുന്ന വചനമാണ്. വചനം അയച്ച് സൗഖ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ധ്യാനത്തിൽ വചനം നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മളെ ആ അവസ്ഥയിൽ നിന്ന് മോചനം തരും. ഹല്ലേലൂയ. ഒന്ന് ചാടി എഴുന്നേറ്റ് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക് നോക്കി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. വലത്തോട്ട് തിരിഞ്ഞു പറയാം ഹല്ലേലൂയ. നിങ്ങളുടെ വലം അവിടെ, ഇത് തന്നെയാണ് ശ്രദ്ധിക്കുന്നില്ല. കണ്ടോ, എല്ലാം അങ്ങോട്ട്, ഞാൻ എൻ്റെ അങ്ങോട്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ്, നിങ്ങൾ അങ്ങോട്ട് തിരിയണ്ട, നിങ്ങളുടെ വലത്തോട്ട് തിരിഞ്ഞാൽ മതി. ഇതാ കറക്റ്റ്. ഒന്ന് വലത്തോട്ട് തിരിഞ്ഞ് പറഞ്ഞേ ഹല്ലേലൂയ, ഇടത്തോട്ട് തിരിഞ്ഞ് പറഞ്ഞേ ഹല്ലേലൂയ, മുന്നോട്ട് നോക്കി പറയാം ഹല്ലേലൂയ, പുറമോട്ട് നോക്കി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 4 വശത്തും നമ്മൾ ഹല്ലേലൂയ പറഞ്ഞു വന്നിക്ക് നമ്മുടെ വീടിന് ഒരു ബാധയും എടുക്കത്തില്ല. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീടാണ് മേടിച്ചത്. ഞാൻ അവിടെ മുറ്റത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ചുറ്റിനും, മതിലിന് ചുറ്റിനും, വീടിനുള്ളിലും എല്ലാം പ്രാർത്ഥിച്ച് നടക്കും. ഞങ്ങളുടെ വഴിയിൽ മെയിൻ റോഡ് വരെ ഞാൻ രാത്രി 12 മണിക്ക് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും. രാത്രിയാകുമ്പോൾ ഒരു ശല്യം ഇല്ലല്ലോ എല്ലാവരും. അപ്പം ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു 5 മണിയായപ്പോൾ, ഒരു 4 മണിയായപ്പം, 4-5 മണിയായി ഇന്നലെ വീട്ടിൽ വന്ന് കുളിച്ചിട്ട് ഒരിടത്ത് പോകാനായിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഒരു പാമ്പ്, വലിയ പാമ്പ്, ഒരു എന്നൊക്കെ രണ്ട് മനുഷ്യൻ്റെ നീളമുള്ളൊരു പാമ്പ് ആ ഗേറ്റിൻ്റെ അവിടെ വരെ വന്നു. അപ്പുറത്ത് 2-3 എല്ലാ വീടുകളിലും പാമ്പ് കയറുന്നുണ്ട്. പക്ഷേ അവിടെ വന്നു, അതൊക്കെ വന്നു. ഞാനിങ്ങനെ അതിനെ നോക്കിക്കൊണ്ടിരുന്നു. അത് അകത്തോട്ട് കയറി ഞാൻ അതിൻ്റെ പുറകിന് പോയി. എങ്ങോട്ടാണ് പോകുന്നത് അറിയണ്ടേ, ആ ഭയങ്കര നീളമാണ്. അതിൻ്റെ പുറകിന് പോയി അതിങ്ങനെ ചുറ്റിനും നടന്ന് ഇപ്പുറത്തെ സൈഡിൽ വന്നു, ഗേറ്റിൻ്റെ ഇങ്ങേ സൈഡിൽ വന്നു. എന്നിട്ട് അത്
തിരിഞ്ഞപ്പോൾ ഞാനും പെട്ടെന്ന്, എനിക്ക് പാമ്പിനെ ഭയങ്കര പേടിയാണ്, എന്നാലും എൻ്റെ പുറകിന് പോയി. പിന്നെ ഞാൻ തിരിഞ്ഞ് വന്നപ്പോൾ ഞാൻ തിരിഞ്ഞ് പിന്നെ മുന്നോട്ട് പെട്ടെന്ന് നോക്കി നടന്ന് ഞാൻ എൻ്റെ സ്റ്റെപ്പിൻ്റെ അവിടെ വന്നിരുന്നു. ഇത് വന്ന വഴിക്ക് പോയി. ഹല്ലേലൂയ. അപ്പോൾ അവിടെ നിന്നവരല്ല എന്നോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ? ദൈവഭക്തരുടെ ഭവനത്തിന് ദൈവം വേലികെട്ടി അവിടെ ഒരു ദുഷ്ടജന്തുക്കളും വസിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനല്ലെങ്കിൽ എനിക്ക് ആൾക്കാരെ വിളിച്ചതിനെ തല്ലിക്കൊല്ലായിരുന്നു. പക്ഷെ അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് അറിയണം. എല്ലാത്തിനും ഒരു ലക്ഷ്യമുണ്ടല്ലോ. ആ ലക്ഷ്യം അവനെല്ലാം മണപ്പിച്ച് നോക്കിയിട്ട് അവൻ തിരിച്ച് അതേ വഴി പത്തി താത്തിയിട്ടുകൊണ്ട് ഇറങ്ങി ഒറ്റ പോക്ക് പോയി. ഞാൻ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. കാര്യം നിന്റെ കൂടാരത്തിന് ഒരു ബാധയും അടുക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ മുറുകെ പിടിച്ചത്, ആ വചനം നിന്നെ സൗഖ്യപ്പെടുത്തും. വചനം അയച്ച് സൗഖ്യപ്പെടുത്തും. ഇരിക്കാം. ഇനി നമ്മൾ ഹൃദയം മുറിയുമ്പോൾ മിക്കപ്പോഴും നമുക്ക് ഒരു ആശ്വാസ വാക്കിന് വേണ്ടി നമ്മൾ പലരെയും സമീപിക്കും. ഒരുപാട് വ്യക്തികൾ എന്നോട് പങ്കിട്ട, പക്ഷേ വീണ്ടും മുറിവേറ്റിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് നല്ല കൗൺസിലിംഗ് വേണം, നല്ല ഉപദേശം കിട്ടുന്നവർക്ക് പോകണം, നല്ല അറിവ് കിട്ടുന്ന, നല്ല ജ്ഞാനമുള്ളവർക്ക് ഉപദേശം വരണം. ഒരു കുട്ടിയെ കൊണ്ട് ഒരു അമ്മയും അപ്പനും എൻ്റെ വന്നു, അവൾ ഡോക്ടറാണ്, അവൾക്ക് വിവാഹം വേണ്ട. ആര് പറഞ്ഞാലും സമ്മതിക്കത്തില്ല. 33 വയസ്സ് കഴിഞ്ഞു. പക്ഷേ രണ്ട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ അവൾക്ക് വിദ്യാഭ്യാസം ഉണ്ട്, എല്ലാം ഉണ്ട്. 2 ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ വിവാഹത്തിന് സമ്മതിക്കാം. കണ്ടോ ഇപ്പം എങ്ങനെ വന്നു? 2 ചോദ്യം ചോദിച്ചുള്ളൂ. അവൾ മടുത്തു. കൗൺസിലേഴ്സിൻ്റെ ഒക്കെ പോയി ധ്യാന കേന്ദ്രങ്ങളിൽ എന്നെ കൊണ്ടുപോയി ഞാൻ ധ്യാനത്തെയും ധ്യാന ഗുരുക്കന്മാരെയും കൗൺസിലേഴ്സും ഞാൻ വെറുത്തു. പക്ഷേ എൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ ഇതുവരെ ആർക്കും സാധിച്ചില്ല. ഹല്ലേലൂയ. മനസ്സിലിരുന്ന് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതുകൊണ്ട് അവൾ അതിന് സമ്മതിച്ചു. ഇപ്പം അടുത്ത ആഴ്ച കല്യാണം. ഹല്ലേലൂയ. കൊച്ചിക്കാരിയാണ്. നമ്മൾ പറയും പണ്ട് യഹൂദര് എന്നാ അവിടെ ഒരു പള്ളിയില്ലേ അവർ ആ ആൾക്കാരാണ്. ഡിക്കോത്ത അവിടെ പേര്. അവൾ ബാംഗ്ലൂർ സെൻറ്റ് ജോൺസിൽ MBBS ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് എല്ലാം പഠിച്ചതാണ്. പക്ഷെ അവളെ അവളെ കൗൺസിലിംഗ് ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. അവൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം മുട്ടിപ്പോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാര്യം ധ്യാന കേന്ദ്രങ്ങളിൽ മുഴുവൻ പോയതാ. കൗൺസിലേഴ്സിൻ്റെ ഒക്കെ പോയി വെടുത്തു. അവൾ പറയായിരുന്നു എല്ലാം ഒറ്റ ഒരെണ്ണത്തിന് ഒരു ബോധമില്ലെന്ന്. ഹല്ലേലൂയ. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് വിദ്യാഭ്യാസം ഉണ്ട്. ഇവരുടെ വിദ്യാഭ്യാസത്തിൽ ഇവൾ മതി മറന്നിരിക്കുന്നതുകൊണ്ട്, ഇവളുടെ അജ്ഞത ബാധിച്ചേക്കുന്നതുകൊണ്ട് ഇവളെ അജ്ഞതയിലേക്ക് ഈ പ്രകാശം കടത്തി ചെല്ലാൻ സാധിക്കുന്നു. വചനം പ്രകാശമാണ്. വചനം എന്താണ്? പ്രകാശം. അവളെ കൊണ്ട് തന്നെ അവിടെ പ്രശ്നം വായിപ്പിച്ചപ്പോൾ അവൾക്ക് ഓക്കെ ആയി. ഹല്ലേലൂയ. അവൻ കല്യാണത്തിന് പ്രാർത്ഥിച്ചിറക്കുന്നത് ഞാൻ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി. കർത്താവിൻ്റെ സന്നിധിയിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. അതെ, അസ്ഥിയിലും രക്തത്തിലും രക്തധമനിലും തുളച്ചു കയറി ഹൃദയ വിചാരങ്ങളെ വിവേചിച്ചറിഞ്ഞ് സൗഖ്യപ്പെടുത്തും. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ വിളിച്ചപേക്ഷിക്കണം? ഞാനതാ ചോദിക്കും, എങ്ങനെ വിളിച്ചപേക്ഷിക്കുന്നു? കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക എല്ലാവരും പറയുന്നുണ്ട്. ഞങ്ങളൊട്ട് വിളിച്ചപേക്ഷിക്കുന്നുണ്ട്, കർത്താവൊട്ട് കേൾക്കുന്നുമില്ല. ഇപ്പം നമ്മൾ വചനം പറഞ്ഞു, നമ്മൾ കേൾക്കുന്നില്ല. എന്നിട്ടും നമ്മുടെ പ്രശ്നങ്ങൾ മാറുന്നില്ല. എത്രയെല്ലാം ഉപവാസങ്ങളും എന്തെല്ലാം പ്രാർത്ഥനകളും ചൊല്ലി പ്രാർത്ഥിക്കുന്നു, എന്നിട്ടും ഒരു മോചനം വേണ്ട. എങ്ങനെ പ്രാർത്ഥിക്കണം? തോബീതിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വചനം എടുത്തൊന്ന് വായിച്ചു നോക്കിയേ. തോബിയാസ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചതാ. തോബീത് ഒരു പ്രാർത്ഥന പഠിച്ചത് തൻ്റെ മകൻ യാത്ര തിരിക്കുമ്പോൾ ഒരു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. എങ്ങനെയാന്ന്? ഹൃദയവ്യഗ്രതയോടെ അവിടുന്ന് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എങ്ങനെ പ്രാർത്ഥിക്കണം? എടുത്തോ, വായിച്ചു കേട്ടോണോ. എനിക്കിങ്ങനെ വരുന്ന വചനങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് എത്ര വലിയ കൺവെൻഷനും എത്ര ധ്യാനങ്ങളാണെങ്കിലും ഇങ്ങനെ നിന്നാൽ മതി, ദൈവം വചനം തന്നുകൊണ്ടിരിക്കും. ഞാൻ ഇന്ന് വരെയും ബൈബിൾ തുറന്നിട്ടില്ല ഇത്രയും വർഷമായിട്ട്. അത് ഇവിടെ പലപ്പോഴും വന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലർക്കും എന്നെ അറിയാം. നമ്മുടെ ബൈബിൾ നമ്മുടെ കൺവെൻഷൻ ഇവിടുത്തെ അതിരൂപതയുടെ ബൈബിൾ കൺവെൻഷൻ പാറപ്പള്ളിയിൽ 2018 ഞാൻ ചെയ്തു. എന്നോട് ഭൗത്യം പിതാവ് ചോദിച്ചു, എങ്ങനെ വചനം വരുന്നെന്നാണ് ചോദിച്ചത്. അതെ, ഈ കൂടാരം വചനത്തില്ല. ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ആലയത്തിൽ ആര് വസിക്കുന്നുണ്ട്? ദൈവം വസിക്കുന്നുണ്ട്. പിന്നെ എഴുതി വെച്ച വചനങ്ങളൊന്നും എനിക്ക് വേണ്ട. എൻ്റെ ഹൃദയത്തിൽ അത് കൊത്തിവച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിക്കാൻ കേട്ടുകൊള്ളുക. ഞാൻ ദുഃഖഭാരത്തോടെ കരഞ്ഞു. എങ്ങനെയാ കരഞ്ഞത്? എങ്ങനെ? നിങ്ങൾ ഓർത്തണം, ഈ ഹൃദയം മുറിയുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? ദുഃഖം ഉണ്ടാകും, വേദനിക്കും, കരയുമല്ലയോ? കരയും. പ്രശ്നങ്ങളെ ഓർത്ത് കരയും. അടുത്തത് ഹൃദയവ്യഗ്രതയോടെ ഞാൻ പ്രാർത്ഥിച്ചു. കണ്ടോ, അവിടെ 2 കാര്യങ്ങളാണ് തോബീത് ചെയ്തത്. എന്താ ചെയ്തത്? ഒന്ന്,
ദുഃഖഭാരത്തോടെ. പ്രിയമുള്ളവരെ, കഷ്ടതകളും അനഷ്ടങ്ങളും വേദനകളും ഒറ്റപ്പെടലുകളും തോൽവിയും ഒക്കെ സംഭവിക്കുമ്പോൾ നീ നിരാശപ്പെടാതെ ദൈവസന്നിധിയിൽ എങ്ങനെ പ്രാർത്ഥിക്കണം? ദുഃഖഭാരത്തോടെ. എന്തിനെ പ്രതി നീ വേദനിക്കുന്നു, എന്തിനു വേണ്ടി നീ കണ്ണുനീരൊഴുക്കുന്നു, അത് നിന്റെ ദുഃഖഭാരത്തോടെ കരയണം. ഹല്ലേലൂയ. ദുഃഖഭാരത്തോടെ നമ്മൾ ദൈവസന്നിധി കരഞ്ഞ് പ്രാർത്ഥിക്കണം. കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തീർച്ചയായിട്ടും ആ കണ്ണുനീര് തുടച്ചു മാറ്റുമല്ലയോ? ഞാൻ വിശ്വസിക്കുന്നു മാറ്റുമെന്ന്. കാര്യം ഇങ്ങനൊരു ഗാനം ആലപിക്കുന്നു. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തി തരും. അതാണ് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവൻ ഹൃദയവ്യഗ്രതയോടെ, ഹൃദയത്തിൻ്റെ വ്യഗ്രത, ഉത്കണ്ഠയും ആകുലതയും ഉണ്ടായിരുന്നു. പക്ഷേ അവൻ ഹൃദയത്തിൽ എങ്ങനെ പ്രാർത്ഥിച്ചത്? ഹൃദയവ്യഗ്രതയോടെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കണം. നമുക്കറിയാം ഹൃദയം മുറിയുമെന്ന്. അങ്ങനെയെങ്കിൽ ബൈബിളിൽ പറയുന്നുണ്ട്, കർത്താവ് പറഞ്ഞു ഹൃദയം മുറിഞ്ഞവർക്കും മുറിയവർക്കും കർത്താവ് സമയം. അപ്പം ഹൃദയം മുറിയുന്നത് നല്ലതാണോ അല്ലയോ? ഈശോയുടെ ഹൃദയം മുറിഞ്ഞു. പരിശുദ്ധ അമ്മയുടെ ഹൃദയം മുറിഞ്ഞു. പക്ഷെ അതിന് രണ്ടിനും പേര് വേറെയാ. ഒന്ന് തിരുഹൃദയവും ഒന്ന് വിമല ഹൃദയവും. നമ്മുടെ ഹൃദയത്തിൻ്റെ പേരെന്താണെന്നറിയോ? നമ്മുടെ ഹൃദയം ദുഷ്ടഹൃദയം, പാപം നിറഞ്ഞ ഹൃദയം. ഈ ഒരു 10-36 ഹൃദയം ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ. കല്ല് പോലുള്ള ഹൃദയം. എന്ന ഹൃദയമാണ്? കല്ല്. അതുകൊണ്ടാണ് ദാവീദ് പാടിയത്. എന്താ പാടിയത്? നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകൻ. കണ്ടോ എന്തൊക്കെയാ? 2 കാര്യങ്ങളും മനസ്സും പറഞ്ഞു, ഹൃദയവും പറഞ്ഞില്ലയോ? അപ്പം നല്ലൊരു ഹൃദയം നമുക്ക് വേണം. ഈ ഹൃദയം ദൈവം നമുക്ക് തന്നതാ. പക്ഷേ ഈ ഹൃദയം മുറിയാൻ കാരണം നമ്മുടെ അനർത്ഥങ്ങളാണ്, നമ്മുടെ ദുഷ്ടത കൊണ്ടാണ്, നമ്മുടെ മ്ലേച്ഛതകൾ കൊണ്ടാണ് നമ്മൾ വേദനിക്കുന്നതും കഷ്ടപ്പെടുന്നതും. കഷ്ടങ്ങളും എല്ലാം നമ്മളെ പിടികൂടിയിരിക്കുന്നത് നമ്മുടെ അനീതി പ്രവർത്തിച്ചത് കൊണ്ടാണ്. ഈ നല്ലൊരു ഹൃദയം തന്നു എന്ന് സഭാപ്രസംഗം 7:29 പറയുന്നുണ്ട്. ഞാൻ ഇതാണ് കണ്ടത്, ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു. അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. ദൈവം സൃഷ്ടിച്ചതല്ല, അത് അവൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഹല്ലേലൂയ. സഭാപ്രസംഗം 7:29 വിളിച്ചു പറയുകയാണ്, ഞാൻ മനുഷ്യനെ കാണുന്നത്, മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു. നല്ല ഒരു ഹൃദയം തന്ന് സൃഷ്ടിച്ചു. പക്ഷേ അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങളാണ് അത് അവൻ്റെ സൃഷ്ടിയാ, അവനുണ്ടാക്കിയതാ. നീ തന്നെ ഉണ്ടാക്കിയ നിന്റെ കഷ്ടപ്പാടുകള്, വേദനകൾ നീ തന്നെ ഉണ്ടാക്കിയതാ, രോഗം നീ തന്നെ വരുത്തി വെച്ചതാ. ഹല്ലേലൂയ. വരുത്തി വെച്ചതാണെന്ന് ഞാൻ പറയും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ എന്തെല്ലാം രോഗങ്ങളുണ്ട്. നിങ്ങളുടെ മുമ്പ് വയ്ക്കുന്ന ജോർജ് ബ്രദറിന് ഒരു രോഗമില്ല. 69 വയസ്സായി. ഇപ്പം എത്ര വയസ്സായി? 60. ഇപ്പോഴും കുതിരയെപ്പോലെ ഓടി നടക്കുന്നു, ചെറുപ്പക്കാരെ പോലെ നട്ടോട്ടം ഓടുന്നു. ഡോക്ടർ ചെക്കപ്പ് ചെയ്തപ്പോൾ ഇനി അടുത്ത ചെക്കപ്പിന് പോവുക ബോംബെക്ക്. ഇപ്പോൾ 20-ാം തീയതി ചെക്കപ്പിന് പോവുകയാണ്. എല്ലാ വർഷവും ചെക്കപ്പ് ചെയ്യും. ഡോക്ടർ പറയുന്നു 35 വയസ്സുകാരുണ്ട്, ബോഡിയാണ്, പാർട്സുകളെല്ലാം 35 വയസ്സുകാരുണ്ട്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ നിന്റെ വാർദ്ധക്യം ഞാൻ യൗവനം പോലെ പുതുക്കി പറയും. കുതിരയെപ്പോലെ ഓടി നടക്കും, പക്ഷെ നീ ക്ഷീണിക്കത്തില്ല. ക്ഷീണിക്കുവോ? ഇല്ല. കഴുകനെ പോലെ ഉന്നതത്തിൽ കൂടി പറന്ന് നടക്കും. എല്ലാ സ്ഥലത്തും ഇങ്ങനെ പുറത്തുമൊക്കെ പോയിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം ദൈവത്തിൻ്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഇവിടെയെങ്കിൽ നാളെ ഞാൻ എവിടെയാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കാറ്റെടുത്തോണ്ട് പോകുന്നതാ. പരിശുദ്ധാത്മാവിൻ്റെ കാറ്റെടുത്ത് ഒരൊറ്റ പിടിയില്ല. ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട സിസ്റ്റർ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇവിടെ നിന്ന് പ്രസംഗിക്കാനെ കാണാം. ഇനി അടുത്ത നിങ്ങൾ കാരിദാസിൽ 2 മണി കഴിയുമ്പോൾ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ കാരിദാസിൽ പോയി നോക്കിയാൽ അവിടെ കാണും. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് നോക്കിയാൽ കാണക്കാരി പോയി കാണാം. രാത്രി 9 മണിക്ക് കാണക്കാരി കാണും. ഇങ്ങനെ ഇടപെടാതെ ദൈവവചനങ്ങൾ പ്രഘോഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ ദൈവം നിശ്ചയമായിട്ടും ഞാൻ പോകുന്നിടത്തെല്ലാം എൻ്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. 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 വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ ദൈവം എനിക്ക് കൃപ നൽകി. ഞാൻ പഠിച്ചത് ഹിന്ദിയാണ്. മലയാളത്തിൽ തമിഴിൽ പ്രസംഗിക്കുന്നു, ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നു, ഗുജറാത്തിയിൽ പല ഭാഷകളെ, അറബിയിൽ പോകുമ്പോൾ അറബി കുറച്ച് പറയും. കാര്യം ഇങ്ങനെ അറബികളോടും സുവിശേഷം പറയും. പഴയ നിയമം അവരോട് പറയത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിൻ്റെ അകത്തല്ലേ യാക്കോബ് ഉള്ളത്, അതിൻ്റെ അകത്തല്ലേ ഇസാക്ക് ഉള്ളത്, അതിൻ്റെ അകത്തല്ലേ ഇസ്മയിൽ ഉള്ളത് അല്ലേ? അപ്പോൾ അത് പറഞ്ഞ് എവിടെ കൊണ്ടുവരും? യേശുവിൻ്റെ അടുക്കലേക്ക് വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവസന്നിധി അനർത്ഥങ്ങളും കഷ്ടപ്പാടുകളും വരുമ്പോൾ ഹൃദയം നുറങ്ങിയവർക്കും മനമുറിയവർക്കും കർത്താവ്
സമീപസ്ഥാനാണ് ദൈവം അവരെ രക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മനമൊരുങ്ങിക്കോട്ടെ, ഹൃദയം നുറുങ്ങട്ടെ, സാരമില്ല, ഇതൊന്നും കണ്ട് ഭാരപ്പെടണ്ട. നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ അടുത്തുണ്ട്, നിന്നിലുണ്ട്. ഹല്ലേലൂയ. നീ അത് കണ്ടെത്തണം, നിന്നിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ നട്ടോട്ടം ഓടുകയാണ്. രക്ഷ നിന്നിൽ തന്നെയാണ്. ഹല്ലേലൂയ. ഒന്ന് ചാടി എഴുന്നേറ്റ് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിലാപത്തിന്റെ പുസ്തകം 3-ാമത്തെ വചനം നമ്മളൊന്ന് വായിക്കാൻ പോവുക. എന്താണ് ഇതിൻ്റെയൊക്കെ നമുക്കറിയാം. അവിടെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. നമ്മൾ ദൈവസന്നിധിയിലേക്ക് ഇരിക്കുമ്പോൾ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നോട്ടെ, പക്ഷെ നീ ദൈവഭക്തിയുള്ളതാണോ നിന്നെ അത് അലട്ടത്തില്ല. വരുവൻ പോവുകയൊക്കെ ചെയ്തോളൂ. അത് വന്ന വഴിക്ക് പൊക്കോളാൻ പറഞ്ഞേക്കുക. ഹല്ലേലൂയ. അത് നിന്നെ ബാധിക്കത്തില്ല. നമുക്ക് ഇതൊന്ന് വായിക്കാം. വിലാപങ്ങൾ 3:17 കൂടെ വായിച്ചിട്ട് നമ്മൾ ഒരു 4 വരി ഗാനം ആലപിക്കുന്നു. അതിനുശേഷം വീണ്ടും നമുക്ക് തുടങ്ങാം. ഒരു അരമണിക്കൂറുടെ ഉണ്ട്. കേട്ടണം, രക്ഷ പ്രാപിക്കണം. രക്ഷപ്പെടണോ വേണ്ടായോ? പറ. നിങ്ങളൊക്കെ ഇപ്പോഴിരിക്കുന്ന അവസ്ഥയിൽ രക്ഷപ്പെടണോ? നിങ്ങൾ ഹൃദയം നുറുങ്ങി മനമുരുകിയവരാണ്. ഇപ്പോൾ നിരാശ ബാധിക്കാതെ, അന്ധകാരം ബാധിക്കാതെ പ്രകാശത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഞാൻ ലോകത്തിൻ്റെ എന്നെ അനുഗമിക്കുന്ന ഒരിക്കൽ പോലും അന്ധകാരത്തിൽ വസിക്കത്തില്ല. അവനിൽ ജീവന്റെ വെളിച്ചമുണ്ടാകും. എങ്കിൽ ജീവന്റെ വെളിച്ചമായിട്ട് ഇവിടുന്ന് പോയാൽ നിന്റെ ഭവനത്തിൻ്റെ അന്ധകാരം, നിന്റെ ജീവിതത്തിൽ വന്നേക്കുന്ന അന്ധകാരം മാറുമല്ലയോ? ഇരുട്ടിന് വെളിച്ചത്തെ മറയ്ക്കാൻ പറ്റത്തില്ല, പക്ഷേ വെളിച്ചം ഇരുട്ടിനെ ഇല്ലാതാക്കി കളയും. ഇല്ലാതാക്കുമല്ലയോ? അപ്പം ഞാൻ വെളിച്ചമായിട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ അന്ധകാരം മാറുമോ ഇല്ലയോ? വിശ്വസിച്ചതിൽ ഉറക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിലാപം 3:17 വായിക്കുന്നു, കേട്ടോണോ? എന്റെ ആത്മാവിന് സ്വസ്ഥതയില്ല. എൻ്റെ ആത്മാവിന് എന്തില്ല? സ്വസ്ഥതയില്ല. ആത്മാവിൽ എന്താ ബാധിച്ചത്? കയ്പേറി. ആത്മാവിൽ കയ്പ്, കഷ്ടങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, കണ്ണുനീരും ദുഃഖവും നിരാശയും എന്ന് തീരും? അന്ന് മാറും എൻ്റെ ദുഃഖം നിശ്ചയം തന്നെ. അപ്പം ഇവിടെ പറയുകയാണ് എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല. സന്തോഷം എന്തെന്ന് ഞാൻ മറന്നു. സന്തോഷിക്കാൻ എൻ്റെ സന്തോഷം ഞാൻ മറന്നുപോയി. സന്തോഷിച്ച നാളുകൾ ഞാൻ മറന്നുപോയി. എന്നും ദുഃഖങ്ങളും വേദനകളും നിരാശകളും മാത്രം. അപ്പോൾ എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ലാതെ വരുമ്പോൾ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുവാനോ സന്തോഷങ്ങളിൽ പങ്കുചേരുവാനോ എനിക്കും നിങ്ങൾക്കും സാധിക്കാതെ പോകുന്നത് എൻ്റെ ആത്മാവിൽ കയ്പേറിയത് കൊണ്ട് ആത്മാവിന് സ്വസ്ഥതയില്ല. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവിനോട് പറയണം. സങ്കീർത്തനം 43:5 ഇങ്ങനെ വചനം വന്നുകൊണ്ടിരിക്കുക. 41:5 എന്താ പറയുന്നത്? എൻ്റെ ആത്മാവേ നീ എന്തിന്? കണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനോട് സംസാരിക്കണം. നെഞ്ചത്ത് പിടിച്ചുകൊണ്ട് പറയണം, എൻ്റെ ആത്മാവേ നീ എന്തിന് വിഷാദിക്കുന്നു? നീ എന്തിന് നെടുവേർപ്പെടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എൻ്റെ സഹായമെന്ന് അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. ദൈവത്തെ സ്തുതിച്ചാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ? ദൈവത്തെ പുകഴ്ത്തണം. നിന്റെ ആത്മാവ് അസ്വസ്ഥപ്പെടുമ്പോൾ, നിന്റെ ആത്മാവിൽ കൈപ്പേറുമ്പോൾ, നിനക്ക് സ്വസ്ഥതയില്ലാതെ വരുമ്പോൾ നീ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ദൈവത്തെ സ്തുതിക്കണം. വീട്ടിലും സ്തുതിക്കാം. പക്ഷെ വീട്ടിൽ ഉറക്കം സ്തുതിച്ചു കഴിയുമ്പോൾ അടുത്തുള്ളവർ പിടിച്ച് ചിലപ്പോൾ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇവർക്ക് തലയ്ക്ക് അസുഖം. കാര്യം നമുക്ക് പരിസരം മറന്നു പോകും. ഹല്ലേലൂയ. അജ്ഞത ബാധിച്ചത് കൊണ്ട്, മനസ്സിന് അന്ധകാരമായതുകൊണ്ട് ചിലപ്പോൾ വീട്ടിൽ കിടന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് എന്നും വിളിക്കുമ്പോൾ പറയും ധ്യാനം കൂടി ഇതിന് വട്ടായി. ധ്യാനത്തിനെയും ധ്യാന ഗുരുക്കന്മാരെയും പറയിപ്പിക്കരുത്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം വൃഥ ഉപയോഗിക്കരുത്. ഹല്ലേലൂയ. ഇവിടെ പറയാ ആത്മാവ് സ്വസ്ഥതയില്ല. അത് നമ്മൾ പൂർണ്ണമായിട്ട് കണ്ടല്ലോ. എല്ലാം പോയി, പ്രത്യാശയും പോയി, എൻ്റെ ശക്തിയും പോയി. അതുകൊണ്ട് നമ്മൾ ഒരു ഗാനം ആലപിക്കുന്നു. 4 വരി ഗാനം ആലപിച്ച് വീണ്ടും എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ വിളിച്ചപേക്ഷിക്കണം. എൻ്റെ വിളിച്ചപേക്ഷിക്കൽ എങ്ങനെയായിരിക്കും? വിളിച്ചപേക്ഷിക്കുകയല്ല, നിലവിളിക്കുകയാണ് വേണ്ടത്. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ശക്തമായി ഉണർവോടുകൂടി ഒന്ന് ആടിപ്പാടിക്കേ. കാലൊക്കെ ഒന്ന് എടുത്തു വെച്ചേ, കാലൊക്കെ ഒന്ന് ആട്ടിക്കേ. അപ്പുറം ഇപ്പുറം ഒന്ന് ഇളകട്ടെ. ഇതുവരെ നിന്റെ ജീവിതത്തിലെ അടിത്തറ ഇളകിയിട്ടില്ലെങ്കിൽ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കുലുക്കം സംഭവിക്കട്ടെ. സാരമില്ല, സാരമില്ല, ചേർന്ന് പാടിക്കേ. സാരമില്ല, കണ്ണുനീർ സാരമില്ല, നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. പാടിക്കേ. കണ്ണുനീർ സാരമില്ല,
നിത്യതേജസ്സിൻ ധനമോർത്തിടുമ്പോൾ നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. കരങ്ങൾ ഉയർത്തിയടി, കരങ്ങൾ ഉയർത്തി. കാലൊക്കെ ഒന്ന് മാറ്റി, ഒന്ന് ആടിപ്പാടി. യുദ്ധവും ക്ഷാമവും കരങ്ങൾ താഴ്ത്തിയടി. യുദ്ധത്തിൽ കേൾക്കുന്നില്ലയോ, യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൽ ധ്വനിയും കേൾക്കുന്നില്ലയോ. ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക. സന്തോഷത്തോടെ, സന്തോഷത്തോടെ ദൈവം എഴുന്നള്ളുന്നേ, പ്രത്യാശയോടെ യേശുവിൻ ജനമേ ഒരുങ്ങുക. കഷ്ടങ്ങൾ സാരമില്ല, ചേർന്ന് പാടേ. സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ ധനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ആടിപ്പാട് നിൽക്കരുത്, നിൽക്കരുത്. നമ്മുടെ പ്രശ്നങ്ങളൊന്ന് ആടി ഉലയട്ടെ, ഒരിളക്കം തട്ടട്ടെ, മാറട്ടെ. നീ എന്നെ വരവിൽ ധ്വനി മുഴങ്ങും, മക്കളെ പോലെ ഞാൻ പറന്നുയരും. നീ എന്റെ വരവിൽ ധ്വനി മുഴങ്ങും, മകളെ പോലെ ഞാൻ പറന്നുയരും. വേഗത്തിലടി, വേഗത്തിൽ കരങ്ങളെ ശക്തി പ്രാപിക്കേ, ശക്തിയാട്ടെ. എല്ലാ ബന്ധനം അഴിയട്ടെ, സാരമില്ല, കണ്ണുനീർ സാരമില്ല, സാരമില്ല. വേഗത്തിൽ, വേഗത്തിൽ, സാരമില്ല. ഓർത്തിടുമ്പോ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, 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 സാരമില്ല. കരങ്ങൾ വീശി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ചേ, സ്തുതിച്ചേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിച്ചേ, ഹൃദയം തുറന്ന് സ്തുതിച്ചേ. ദുഃഖഭാരത്തോടെ ദൈവത്തിന്റെ മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തി വിളിച്ചപേക്ഷിക്കേ, നിലവിളിക്കേ. ഇതാ ദൈവം നിന്റെ മേലെ അനുഗ്രഹം ചൊരിയട്ടെ, ചൊരിയട്ടെ. In the name of Jesus, touch and heal. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിലവിളിക്കട്ടെ, നിലവിളി. നിന്റെ സ്വരം സ്വർഗ്ഗത്തിൽ എത്തട്ടെ, ആകാശം തുളച്ചു കയറട്ടെ. വിശ്വസിച്ചുകൊണ്ട് in the name of Jesus, touch, touch, touch everybody. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Touch, touch, touch everybody. In the name of Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ പിടിച്ച് പറഞ്ഞ രക്ഷയുണ്ടെന്ന്. അപ്പുറം ഇവർ നോക്കി പറ, രക്ഷയുണ്ട്. നീ രക്ഷ പ്രാപിക്കും, രക്ഷ പ്രാപിക്കും. ഇരിക്കാം. പെട്ടെന്ന് നമ്മൾ ഇനി ഒരു 15 മിനിറ്റ് കൊണ്ട് രക്ഷയുടെ അവസ്ഥയിലേക്ക് നമുക്ക് വരാം. രക്ഷപ്പെടാനുള്ള വഴികൾ പറയുക. ഹല്ലേലൂയ. രക്ഷപ്പെടാനുള്ള വഴി ഒന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെ വേണം? ഹൃദയം മുറിഞ്ഞവരെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ്, ഹൃദയ വ്യഗ്രതയോടെ എങ്ങനെ പ്രാർത്ഥിക്കണം? കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇനി നമുക്കറിയാം, ഹന്ന പ്രാർത്ഥിച്ചു. 1 ശമൂവേൽ 1:10 നമുക്ക് നോക്കാം. ഹന്ന പ്രാർത്ഥിച്ചു. അവള് എങ്ങനെയാണ്? ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചത്? അപ്പം നമ്മൾ ഈ കഷ്ടതകളും വേദനകളും വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ നിരാശരായി പോകരുത്. ആ നിരാശ ബാധിച്ചാൽ നിന്റെ ജീവിതത്തെ തകർത്ത് കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിക്കാൻ കണ്ട അന്ന പ്രാർത്ഥിച്ചത് എങ്ങനെയാണ് കേട്ടോ? അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു?
ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ചുമ്മാ അതിരം കൊണ്ട് കൊറൊന്നും പറഞ്ഞിട്ടിട്ട് പോകും. എന്നിട്ട് അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന ദൈവം, നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ വിളിച്ചപേക്ഷിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ പ്രാർത്ഥന ദൈവം കൈക്കൊള്ളുന്നില്ലെന്നാണ് പറഞ്ഞത്. കൈക്കൊള്ളാത്തതിൻ്റെ കാരണം ഇതാണ്, നീ ദുഃഖഭാരത്തോടെ കണ്ണുനീരോടെ കരഞ്ഞു പ്രാർത്ഥിക്കണം. അന്ന പ്രാർത്ഥിച്ചു, അന്നയുടെ പ്രാർത്ഥന കേട്ടു, അതിന് ഉത്തരം കിട്ടിയോ ഇല്ലയോ? കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ കരഞ്ഞു പ്രാർത്ഥിക്കണം. തോബീത് പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? ഹൃദയ വ്യഗ്രതയോടെ പ്രാർത്ഥിച്ചു, ഹൃദയ വ്യഗ്രതയോടെ പ്രാർത്ഥിച്ചു. ഇനി നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് പോകാം. 6-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ അവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയാണ്, ദാനിയേൽ ദിവസേന 3 നേരം മുട്ടുമേൽ നിന്നുകൊണ്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. മുട്ടുമേൽ നിന്നുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു നോക്കിയ, ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ച് ദൈവം ഇറങ്ങി വന്ന് നിന്നെ അനുഗ്രഹിച്ചിരിക്കും, ഉറപ്പാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല കാര്യങ്ങളും പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ അനുഗ്രഹം പ്രാപിക്കുന്നതെല്ലാം ഇങ്ങനെയാണ്. അവർക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കും. നമ്മൾ പറയും, ഈശോ പറഞ്ഞു, അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശദീകരിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്നോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നവരുടെ വിശദീകരണത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശദീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധി കൂടാതെ ദൈവം പ്രസാദിക്കത്തില്ല. പ്രസാദിക്കുമോ? ഇല്ല. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിടുതൽ കിട്ടുന്നതിൻ്റെ കാരണം, ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശദീകരിച്ച് മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരുടെ ഏറ്റവും വലിയൊരു ഗുണം, അവർക്ക് വേണ്ടി ഏത് വിഷയത്തിന് വേണ്ടി, ഏത് വ്യക്തിക്ക് വേണ്ടി, ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ എങ്ങനെ വിശദീകരിക്കും? 1, കുമ്പസാരം കഴുകി വിശദീകരിക്കണം, ഹൃദയത്തെ വെടിപ്പാക്കണം, വേണ്ടേ? 2, നമ്മളെ ശരീരം, നിൻ്റെ കരങ്ങൾ രക്തപങ്കിലമാണ്, നിൻ്റെ കരങ്ങളെ കഴുകി വിശദീകരിക്കാൻ. എല്ലായിടും വിശദീകരിക്കാൻ പറയുന്ന കരങ്ങളെ. യോശുവ പറഞ്ഞു, എന്താ പറഞ്ഞത്? നിങ്ങളെ തന്നെ നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതം. അപ്പം നിങ്ങളെ തന്നെ വിശദീകരിക്കുന്നത് കൂദാശകൾ വഴിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂദാശകളെല്ലാം നമ്മളെ ഇനി നമുക്കറിയാം, വചനം കേട്ടാലും ശുദ്ധീകരണം കിട്ടും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി. അപ്പം വചനം കേൾക്കാൻ വരണോ വേണ്ടായോ? വേണം. പ്രാർത്ഥിക്കാൻ വരണോ വേണ്ടായോ? വേണം. പ്രാർത്ഥനയൊക്കെ നമ്മളെ വിശുദ്ധീകരിക്കുന്നതാണ്. അടുത്ത വചനം പറയുന്നു, രേഖയിൽ മുദ്ര വെച്ചിരിക്കുന്നെന്ന് അറിഞ്ഞ ദാനിയേൽ സ്വഭവനത്തിലേക്ക് പോയി. സ്വന്തം ഭവനത്തിലേക്ക്. ഇനി നിങ്ങൾ പോകുകയാണ്. വീടിന്റെ മുകളിലത്തെ നില, 2 നില ഉണ്ടെങ്കിൽ അവിടെ കയറിക്കോ, എന്നാലും കുഴപ്പമില്ല. കയറാൻ പറ്റില്ല, കയറിക്കോ. തുറന്നു കിടക്കുന്ന ജാലകങ്ങൾ ഉണ്ടായിരുന്നു. താൻ മുൻപ് ചെയ്തിരുന്നത് പോലെ അവൻ അവിടെ ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന്. എങ്ങനെ പ്രാർത്ഥിച്ച്? മുട്ടിന്മേൽ. അപ്പൊ ഇവിടെ ചേച്ചി ഇരുന്ന് പറയാം, ബ്രദറെ എനിക്ക് മുട്ട് മടക്കാനൊന്നുമല്ല, പക്ഷെ മുട്ട് മടക്കണമെന്നാ പറയുന്നത്. മുട്ട് മടക്കാൻ മേലാത്തവർ എന്ത് ചെയ്യണം? മുട്ട് മടക്കണം. അപ്പോഴേ മുട്ടിന് സൗഖ്യപ്പെടും. ഞാൻ പറഞ്ഞതല്ല, എബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 12-ഉം 13-ഉം വചനം പറഞ്ഞു, അതിനാൽ ബലമില്ലാത്ത കൈമുട്ടുകളെ കാൽമുട്ടുകളെ ശക്തിപ്പെടുത്തുവേൻ, സന്ധി വിട്ട് ഇടറിപ്പോയിരിക്കാൻ, അവ സൗഖ്യം പ്രാപിക്കാൻ അവർക്ക് നേർവഴി ഒരുക്കുന്നത് ഞാൻ അത് ചെയ്യുമ്പോഴാണ്. ഹല്ലേലൂയ. എല്ലാവരുടെ മുമ്പിൽ മുട്ട് മടക്കുന്നതിന് നല്ല ആരുടെ മുമ്പിൽ മുട്ട് മടക്കണം? യേശുവിൻ്റെ മുമ്പിൽ മുട്ട് മടക്കിയാൽ മതി. ഹല്ലേലൂയ. ഒന്ന് വായിക്കുക, എബ്രായർ 12-ന്റെ 12-ഉം 13-ഉം വചനം പറയാം. അതിനാൽ തളർന്ന കൈകളെയും, എനിക്ക് കൈ പൊക്കാൻ മേല, കൈയുടെ ഒരത്തിന് വേദന, കൈ മുട്ട് വേദന, ഓപ്പറേഷൻ ചെയ്ത സ്റ്റീൽ റോഡ് ഇട്ടതാ. ഞാൻ എപ്പോഴും ഓർക്കും, ഒരു സിസ്റ്റർ വന്നായിരുന്നു, സെൻറ്റ് ആൻസിൻ്റെ ഒരു സിസ്റ്റർ. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് മുട്ട് മടക്കുന്നില്ല. ആരാധന വെച്ചിട്ട് പോലും ഈ സിസ്റ്റർ മുട്ട് മടക്കുന്നില്ല. ഞാൻ സിസ്റ്ററാണ് പറഞ്ഞത് മുട്ട് മടക്കാൻ. സിസ്റ്റർ പേടിച്ചിട്ട് ഒറ്റ മടക്കം, എല്ലാവരുടെ മുന്നിൽ വെച്ചല്ലായിരുന്നോ? സിസ്റ്റർ മുട്ട് മടക്കി പെട്ടെന്ന് നിന്ന ഇപ്പോൾ പെട്ടെന്ന് 75 വയസ്സുള്ള സിസ്റ്റർ ടക്കെന്ന് പറഞ്ഞുകൊണ്ട് താഴോട്ടങ്ങ് മുട്ടുമേൽ വീണു. ഒറ്റ അലർച്ചയായിരുന്നു മുട്ട്. ഞാനല്ലായിരുന്നു, ആരായിരുന്നു എന്നെ കൂടി? ദൈവസ്വരമായിരുന്നു. ആ സിസ്റ്റർ ഇവിടെ വന്നിട്ട് പറയുമായിരുന്നു, 18 വർഷമായി മുട്ട് മടക്കാൻ മേലത് സ്റ്റീൽ റാഡ് ഇട്ടേക്കുക. ഇതെങ്ങനെ വളഞ്ഞെന്ന് എനിക്കറിഞ്ഞുകൂടാ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആജ്ഞാസ്വരം കേൾക്കുമ്പോൾ അവിടെ സൗഖ്യമാണ്. ഇവിടെ പറയുന്നു, അതിനാൽ തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുവിൻ. മുടന്ത്, എനിക്ക് മുട്ടുമടക്കാൻ മേല, കൈ പൊക്കാൻ മേല, കൈ അടിക്കാൻ മേല, മുടന്ത് ന്യായങ്ങൾ പറയാതെ മുടന്തുള്ള പാദങ്ങൾ സന്ധി വിട്ട് ഇടറി വഷളാകാതിരിക്കാൻ വേണ്ടി, ഇനി നിന്റെ വേദന കൂടാതിരിക്കാൻ വേണ്ടി അത് സുഖപ്പെടാൻ തക്കവിധം അതാണ് ഇത്. ഹല്ലേലൂയ. അവയ്ക്ക് നേർവഴി ഒരുക്കാനായിട്ട് പറഞ്ഞു. ഇത് തന്നെയാണ്. റാന്നിയിൽ ഈ കനാനക്കാരുടെ ഒരു ധ്യാനം നടക്കുന്നുണ്ട് എല്ലാ ചൊവ്വാഴ്ചയും. ഞാൻ ഞങ്ങളുടെ ഇവിടെ വന്ന മനോജച്ചന്, ജോഷിയച്ചന്, ഇങ്ങനെ ഓരോരുത്തരെയും ഞാൻ വിട്ടുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഞാൻ ഏറ്റെടുത്തങ്ങ് നടത്തുക. കാര്യം ആൾക്കാർ വന്നോട്ടൊന്നും കണ്ട് ഇടിച്ചു കയറി ആൾക്കാർ വരിക. ഭയങ്കര സൗഖ്യങ്ങളാണ്. മുട്ട് മടക്കാത്ത ഒരു ചേച്ചി അവിടെ ഉണ്ടായിരുന്നു, ഭയങ്കര വണ്ണമാണ്. ചേച്ചിയോട് പറയും മുട്ട് മടക്കാൻ പറയും. ചേച്ചി മടക്കിയിട്ട് ചേച്ചിക്ക് പൊങ്ങാൻ മേല. പിന്നെ
എഴുന്നേക്കാൻ വല്ല ഒരു തരുത്. ഞങ്ങൾ 5-6 പേര് കൂടെ പിടിച്ചാൽ പിന്നെ എഴുന്നേപ്പിച്ച. എന്തായാലും കൊള്ളാം. അത് കഴിഞ്ഞ് വീണ്ടും ചേച്ചി ആ മല കയറി സ്റ്റെപ്പ് കയറി വന്ന് ഈ ധ്യാനകേന്ദ്രത്തിൽ വന്ന് മുട്ട് മടക്കാനായിട്ട് ആരും പറയേണ്ട തന്നെ മടക്കാൻ തുടങ്ങി. സന്ധി വിട്ട് ഇടറിപ്പോയി അവ സുഖം പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. ആരുടെ മുമ്പിലാണ് മുട്ട് മടക്കുന്നത്? എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലാണ്. ഹല്ലേലൂയ. അസാധ്യമെന്ന് കാണുന്നത് സാധ്യമാക്കാൻ കഴിവുള്ള എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലാണ്. എന്നെ രക്ഷിക്കാൻ കഴിവുള്ള എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലാണ്. എന്നെ സകല കഷ്ടതകളിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിവുള്ള എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ മുട്ടുമടക്കിയത്. അതുകൊണ്ട് ഈ 3 നേരം ദാനിയേൽ പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മളൊക്കെ 10-15 നേരം കിട്ടുന്ന അവസരങ്ങളെല്ലാം പ്രാർത്ഥിക്കും. പക്ഷേ നമ്മുടെ പ്രാർത്ഥന ദൈവം കൈക്കൊള്ളുന്നില്ല. കാരണം നമ്മുടെ ഹൃദയപരമാർത്ഥതയെ സത്യഹൃദയത്തോടും സത്യസന്ധതയോടും പരമാർത്ഥത ഹൃദയത്തോടും കർത്താവിൻ്റെ സന്നിധി വരണം. ഇത് രണ്ടും ഇല്ല. ഹല്ലേലൂയ. സത്യസന്ധതയില്ല, പരമാർത്ഥത ഹൃദയമില്ല. നമ്മൾ പത്രോസ്ലീഹ പറയുന്നതെന്ന് കേൾക്കണം. സത്യസന്ധതയോട് പരമാർത്ഥ ഹൃദയത്തോടുകൂടി നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരണം. ഹല്ലേലൂയ. ഇനിയും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ ഒത്തിരി കാര്യം മുട്ടുമടക്കണം. കൈ ഉയർത്തി പറയാം. മോശ കൈ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോഴൊക്കെ വന്നതല്ലേ. അതിപ്പോൾ എടുക്കാൻ നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് രക്ഷയുടെ പാതയിലേക്ക് നമ്മൾ വരിക. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. പക്ഷെ നമ്മൾ ചുമ്മാ ഇട്ടോട്ടൊന്നും പറഞ്ഞ് അങ്ങോട്ട് വിടുക. അവിടെ ചെന്ന് ഇടിച്ചിട്ട് താഴോട്ട് തന്നെ വരും. നിൻ്റെ തലയിൽ തന്നെ വീഴുന്നത്. അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും. അത് തുറന്നാലല്ലേ അങ്ങോട്ട് പോകത്തുള്ളൂ. യേശു അങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചത്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ അവിടെ വ്യക്തമായിട്ട് വിളിച്ച് പറയുന്നൊരു ഭാഗം ഞാൻ ഓർക്കുമായിരുന്നു. യേശു പ്രാർത്ഥിച്ചപ്പോൾ എന്ത് പറ്റി? 29-ാമത്തെ വചനം ഒന്ന് വായിക്കാം. ലൂക്ക 9:29. യേശു പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്റെ മുഖഭാവം മാറി. എന്താ അവന്റെ മുഖഭാവം മാറി. നമ്മുടെ മുഖം ദുഃഖങ്ങളും വേദനകളും കൊണ്ട് അങ്ങനെ വരരുത്. ദൈവസന്നിധി സന്തോഷത്തോടു കൂടി വരണം. എങ്ങനെ വരണം? ഈ വിളറിയ മുഖം വാടി മുഖം വികൃതമാക്കിക്കൊണ്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ വരരുത്. ഹല്ലേലൂയ. ഞാൻ വന്നിരിക്കുന്നത് രക്ഷകന്റെ മുമ്പിലാണ്. എനിക്ക് രക്ഷയുണ്ടല്ലോ പ്രത്യാശയോട് കൂടി വരണം. എങ്ങനെ വരണം? പ്രത്യാശയോട് കൂടി വരണം. അതുവരെ നിങ്ങളുടെ മുഖം വികൃതമാക്കിക്കുക, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ദൈവസന്നിധിയിലേക്ക് കയറുമ്പോൾ, ഈ കോമ്പൗണ്ടിൽ കയറുമ്പോൾ ഓർത്തോണം എങ്ങനെ വേണം? ഭാവം മാറണം. മുഖത്തിൻ്റെ ഭാവം മാറണം. അവൻ്റെ മുഖഭാവം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ മുഖഭാവം മാറി. വസ്ത്രം വെണ്മയുള്ളതായി ശോഭിച്ചു. അപ്പോൾ 2 പേർ മോശയും ഏലിയായും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. കണ്ടോ, ഇവിടെ നമുക്കറിയാം ഒരു രൂപാന്തരീകരണം നടക്കുക. പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ഒരു രൂപാന്തരണം നടന്നല്ലേ. ഇനി നമുക്കറിയാം ലൂക്കായുടെ സുവിശേഷം 3:21 വരുമ്പോൾ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, സ്നാനം സ്വീകരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറക്കാതെ സ്വർഗത്തിലെ അപ്പച്ചൻ നമുക്ക് അനുഗ്രഹമൊന്നും തരത്തില്ല. തരുമോ? എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലെല്ലാം യേശു ക്രിസ്തു വഴി എനിക്ക് കിട്ടണമെങ്കിൽ വാതിൽ യേശുവാണ്. വാതിലാരാണ്? യേശു. വാതിൽ തന്നെ മുട്ടണം. ഹല്ലേലൂയ. വഴി ആരാണ്? വഴിയും യേശുവാ. അപ്പോൾ യേശുവാകുന്ന വഴിയിൽ കൂടി സഞ്ചരിക്കണം. യേശുവാകുന്ന വാതിൽ മുട്ടി വിളിക്കണം. അപ്പം സ്വർഗം തുറക്കപ്പെടും. പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഇങ്ങോട്ട് പൂമഴ പോലെ നമ്മളിലേക്ക് ഒഴുകുന്ന കാണണം. ഹല്ലേലൂയ. ഞാൻ ഈ ദർശനമൊക്കെ കണ്ട് സന്തോഷിക്കും. മുഖഭാവം എൻ്റെ മാറുന്നപ്പോഴാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത് പെട്ടെന്ന് എൻ്റെ മുഖഭാവം മാറും. ഇവരൊക്കെ എൻ്റെ സ്ഥിരം കൂടുന്നവർ ഒത്തിരി പേരുണ്ട്. ഒന്ന് നോക്കണം, എൻ്റെ ഭാവം പെട്ടെന്ന് മാറും. ഹല്ലേലൂയ. നമ്മളെ നല്ല മോശ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരുന്ന മോശയുടെ മുഖത്ത് ഭയങ്കര തേജസ്സായിരുന്നു. ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങി വന്നപ്പം ജനങ്ങൾക്ക് മോശയെ നോക്കാൻ പറ്റുന്നില്ല. കാര്യം അത്രയ്ക്ക് തേജസ്സുറ്റതായിരുന്നു. നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പോയല്ലോ, അയ്യടാ നിങ്ങളെ ഒരാൾ താങ്ങാൻ വേണം, പിടിക്കാൻ. എന്തായിരുന്നു? ഉപവാസമായിരുന്നു. ഇന്ന് ഉപവാസമായിരുന്നു, ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോയതാ എന്നും പറഞ്ഞിട്ട് ആ വർത്തമാനം ഒന്ന് കേൾക്കണം. ഹല്ലേലൂയ. ദൈവസന്നിധി സ്വർഗം തുറക്കപ്പെടണം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കണം. തുറന്ന് കിട്ടുന്നിടം വരെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം, മുട്ടി വിളിക്കണം. ഹല്ലേലൂയ. മുട്ടുന്നവന് തുറന്ന് കിട്ടും. തുറന്നു കിട്ടും. യേശുവാകുന്ന വഴിയിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് യേശുവാകുന്ന വാതിലിൽ മുട്ടി വിളിക്കുന്നവന് തുറന്ന് കിട്ടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാ ഹൃദയം മുറിഞ്ഞവർക്കും മനമുരിയവർക്കും കർത്താവ് സമീപസ്ഥനാണ്. ദൈവം അവരെ രക്ഷിക്കുക തന്നെ ചെയ്യും. പ്രത്യാശ കൈവെടിയരുത്. നിരാശ നമ്മളെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകും. പ്രത്യാശ ഒരിക്കലും നിരാശയിലേക്ക് പോകരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രത്യാശയോട് കൂടിയിരിക്കണം. അതാണ് ക്രൈസ്തവൻ്റെ ഏറ്റവും വലിയ വിജയം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
അടുത്ത വചനം പറയുന്നു. അപ്പം അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. കണ്ട, നമ്മളെ ശക്തിപ്പെടുത്തും. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ. ഈ സ്വരമൊക്കെ കേൾക്കാൻ നമ്മൾ ശാന്തതയിൽ പ്രാർത്ഥിക്കണം. നമ്മൾ ഈ വ്യഗ്രതയോടും ഉത്കണ്ഠയോടും കൂടിയൊക്കെ ദൈവസന്നിധി വന്നിരിക്കും. ഇട്ടേറെന്ന് പറഞ്ഞ് ആണ്ട കിടക്കുന്നു തേണ്ട കിടക്കുന്നു ആർക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഏതാണ്ട് ഒരു പഴഞ്ഞല്ലുണ്ട് ഓക്കാനിച്ചിട്ടു. ഞാൻ എപ്പോഴും ഇപ്പം പറയും, ഞാൻ എപ്പോഴും ഇപ്പോൾ ഒരു സന്ദേശം എനിക്ക് ദൈവം തമ്പുരാൻ തന്ന ഇങ്ങനെയാണ്: ഡു വാട്ട് യു ലവ്, ലവ് വാട്ട് യു ഡു എന്ന് പറഞ്ഞാൽ നീ എന്ത് ഇഷ്ടപ്പെടുന്നുവോ അത് ആ ജോലി ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യണം. ആ ജോലി നീ എന്ത് ഇഷ്ടപ്പെടുന്നോ അത് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടുകൊണ്ട് വേണം ചെയ്യാൻ. അപ്പം പ്രശ്നം വരുമോ? ഇല്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലായത്? ഞാൻ എന്ത് ഇഷ്ടപ്പെടുന്നോ അത് ഞാൻ ചെയ്യണം. ഞാൻ ചെയ്യുമ്പോൾ ആ ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴാണ് അതിന് അനുഭവം വരുന്നത്. പ്രാർത്ഥിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കണം, അല്ലേ? ഹല്ലേലൂയ. ഇഷ്ടമില്ലാതെ ചുമ്മാ പ്രാർത്ഥിക്കാൻ വരരുത്. അപ്പം കായലിൻ്റെ വിട്ട മുഖം നമുക്ക് നോക്കാം കായലിൻ്റെ മുഖം വാടിയോ എന്ന്. ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, കായലിൻ്റെ മുഖം വാടിപ്പോയി. അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത്, നിൻ്റെ മുഖം എന്ത് വാടിയിരിക്കുന്നത്, വികൃതമായിരിക്കുന്നത്? ഇങ്ങനെ ദൈവം ചോദിക്കാൻ ഇടയാക്കരുത്. മുഖം നല്ല തേജസ് ഉള്ളതായിരിക്കണം. ഹല്ലേലൂയ. ആരെയാണ് നോക്കുന്നത്? അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശരെ, അവരുടെ മുഖം ലജ്ജിക്കുക. അപ്പം ഞാൻ ദൈവത്തിങ്കിലേക്കാണ് വന്നിരിക്കുന്നത്, ദൈവത്തെയാണ് നോക്കുന്നത്. അപ്പോൾ എൻ്റെ മുഖഭാവം മാറണം, മുഖം നല്ല ശോഭയുള്ളതായിരിക്കണം. അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കുന്നതെന്ന് ഈ കണ്ണുകൊണ്ടല്ല, ഇതിൻ്റെ ഉള്ളിലൊരു കണ്ണുണ്ട്, ആത്മീയ കണ്ണുകൊണ്ട് ഒന്ന് തുറക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിനക്ക് അനുഗ്രഹം കിട്ടി. തുറന്നില്ലെങ്കിൽ അവിടെ ഇരുന്ന് മുട്ടി വിളിക്കണം. മുട്ടി വിളിച്ചാൽ തുറന്നു കിട്ടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം നമ്മളതുകൊണ്ട് ഇവിടെ ഉൽപ്പത്തി 4:6 പറയുന്നുണ്ട്, 7 പറയുന്നുണ്ട്. എന്താ പറയുന്നത്? 6-7 വചനം വായിക്കുമ്പോൾ നിൻ്റെ മുഖം എന്തേ വാടിയിരിക്കുന്നത്? നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഒരിക്കലും മുഖം വാടരുത്. വചനം കേൾക്കാൻ വരുമ്പോൾ മുഖം വാടരുത്. കാര്യം ദൈവത്തിൻ്റെ മുമ്പില്ല. അവങ്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്തുണ്ടായിരിക്കണം? ഇനി നോക്കിയിട്ട് ഇറങ്ങിപ്പോകുമ്പോഴോ പഴയ മുഖം കൊണ്ട് പോകണോ? പോകരുത്. പഴയതെല്ലാം ഉരിഞ്ഞു മാറ്റിയിട്ട് വേണം പോകാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം ഇന്ന് ആരാധനയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ആരാധന ഞാൻ തന്നെ ലീഡ് ചെയ്യാൻ നിന്നിട്ടേ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഓർത്തോണം, പരിശുദ്ധാത്മാവാണ് നയിക്കപ്പെടുന്നത്. ആരാധനയിൽ ഞാൻ എങ്ങനെ ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിക്കണം. ഹൃദയം നൊന്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ അവസ്ഥകൾ ഓർത്ത്. പിന്നെ നമുക്ക് ഓർക്കും നമ്മുടെ വ്യഗ്രത, ഉത്കണ്ഠകൾ, ആകുലതകൾ, ആരെക്കുറിച്ച് എന്തിനെക്കുറിച്ച് അതെല്ലാം ദൈവസേനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കണ്ണുനീരോടെ മുട്ടുമേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. ഇത് മറന്നു പോകരുത്. ഇന്നത്തെ ആരാധനയിൽ അനുഗ്രഹം നിശ്ചയം ലഭിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്വർഗം തുറക്കപ്പെടണം. അത് നമ്മളൊന്ന് ദർശനം നോക്കണം. ഒന്ന് കണ്ണ് അന്ന് അടച്ചാൽ മതി, ദൈവം കാണിച്ചു തരും സ്വർഗം തുറക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന്. പെട്ടെന്നൊരു വിരി മാറുന്നതും നിൻ്റെ കണ്ണിന് പ്രകാശം വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ കണ്ണങ്ങ് അടച്ചേക്കണം, ഈ കണ്ണ് അടച്ചേക്കണം. ഈ കണ്ണ് അടയ്ക്കുമ്പോഴത് ഒരു പോയിന്റിലേക്ക് തന്നെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പെട്ടെന്ന് ഒരു വിരിപ്പ് ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ഒരു പ്രകാശം നിന്നിലേക്ക് വരുന്നെങ്കിൽ നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട രീതികൾ പറഞ്ഞു. ഞാൻ വിളിച്ചപേക്ഷിക്കും, കർത്താവ് എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നില്ലെങ്കിൽ നീ അനീതി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അനീതിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒഴിഞ്ഞു മാറണം. അവിടെ കർത്താവ് തരും. അപ്പോൾ അനർത്ഥകാലത്തും കഷ്ടപ്പെടുമ്പോഴും ആരെ വിളിച്ചപേക്ഷിക്കണം? കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. നമ്മുടെ കഷ്ടങ്ങളും വേദനകളും മറ്റുള്ളവരുമായിട്ട് പറയാതിരിക്കുക. ആരോട് പറയണം? എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. 33N7929 വാഹനം ഉടനെ മാറ്റണം, അർജൻറ്റാണ്, പാർക്ക് ചെയ്യേണ്ട. ആരുടെ അത്? ഇരുന്ന് ഗാഡി നമ്പരും അല്ല, കാറ് നമ്പരും അറിയാൻ മേലാത്തൊരു കാണും. IND 33N7929 വാഹനം ഇപ്പോൾ പാർക്ക് ചെയ്തെടുത്തൊന്ന് മാറ്റണം, അർജൻറ്റാണ്. അതാരുടെ? ഇവിടെ ഉള്ളവരെയാണ്. ഇനി എൻ്റെ ഒന്നും അല്ലല്ലോ, ഇവിടെ ഇല്ലേ? ആളില്ലേ? എന്നാ പിന്നെ നമുക്കുള്ളതായിരിക്കും. ഇവിടെ ഇല്ലല്ലോ. 7929 ഇല്ലല്ലോ. ഒന്നുകൂടെ നോക്കാം. നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ അറിയാമോ?
നമ്മുടെ പേര് തന്നെ അറിയത്തില്ല. ഹല്ലേലൂയ. സത്യമായിട്ട് ഞാൻ പറയാം, ഞാൻ ഓരോരുത്തരോട് പേര് ചോദിക്കുമ്പോൾ പേര് പറയുന്ന കേൾക്കാമെങ്കിൽ സത്യം പറഞ്ഞാൽ കവളമടൽ വെട്ടി അടിക്കാൻ തോന്നുന്നു. ഹല്ലേലൂയ. സത്യം അമ്മച്ചി പോലും ചിലപ്പോൾ തെറ്റ് പറയും. ഹല്ലേലൂയ. ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ പറയണ സ്റ്റെപ്പി എന്നാണ് പേര്, സ്റ്റെപ്പി. എന്നാൽ പിന്നെ സ്റ്റെപ്പ് എന്നിട്ടായിരുന്ന ചവിട്ടി കയറുമെങ്കിലും ചെയ്യാമായിരുന്നു. വീണ്ടും ഞാൻ ചോദിച്ചു വന്നപ്പോഴാണ് പറഞ്ഞ ത്രേസ്യാമ്മയെന്ന്. ഹല്ലേലൂയ. അപ്പോൾ സ്റ്റെപ്പിക്ക് വേറെ പേരുണ്ട്. എന്താണ്? ക്രിസ്ത്യാനികൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇട്ടേക്കുന്ന പേരിൽ അറിയപ്പെടണം. ആ പേരിൽ പ്രാർത്ഥിച്ചാലേ സ്വർഗം തുറക്കത്തുള്ളൂ. സ്വർഗം തുറക്കപ്പെടണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനൊക്കെ അവരുടെ സഭാവസ്ത്രം ഇടുമ്പോൾ ഒരു പേര് ചില കോൺഗ്രേഷനിൽ കൊടുക്കും കേട്ടോ, ചില കോൺഗ്രേഷനിൽ കൊടുക്കും. പക്ഷേ അവരുടെ മാമോദിസ പേര് അതല്ലായിരിക്കും. മാമോദിസ പേര് ഞാൻ സിസ്റ്റേഴ്സിനെയൊക്കെ ധ്യാനിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും ധ്യാനിപ്പിച്ചിട്ട് വന്ന ഹിന്ദിയിലുള്ള സിസ്റ്റേഴ്സ്, മധ്യപ്രദേശിൽ നിന്ന് വന്നേക്കുന്ന ഹിന്ദി സിസ്റ്റേഴ്സിനെ 3 ദിവസത്തെ ധ്യാനം കഴിഞ്ഞിട്ട് വന്ന് ഹിന്ദിയിലായിരുന്നു ഫുള്ള്. അപ്പം ഞാനത് ഓർക്കുക, ജെറുസലേം ധ്യാന കേന്ദ്രം തൃശ്ശൂർ, നമുക്കറിയാം, അവിടെ ധ്യാനിപ്പിച്ചിട്ട് വന്നേ ഉള്ളൂ. ഇനി അടുത്ത ധ്യാനമാണ് പെരുവണ്ണാമൊഴിയിൽ, അതും ഹിന്ദിയാണ്. ഹിന്ദിയിൽ ഒരുപാട് ലീഡേഴ്സിനെ കൊണ്ടുവരുന്നു, അവരെ ട്രെയിനിങ് കൊടുത്ത് അവരെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുന്നിടം വരെ എൻ്റെ ജോലിയാണ്. അല്ലെങ്കിൽ 15 ദിവസം ട്രെയിനിങ് കൊടുക്കുന്നത്, 3 മാസമാണ് അവരിവിടെ താമസിപ്പിക്കുന്നത്. ആദ്യത്തെ അവരെ ഗുണ്ടകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ, അവരൊന്ന് മെരുക്കി എടുക്കുന്ന പണി എനിക്ക് കാട്ടിൽ നിന്ന് ആനയെ പിടിച്ചുകൊണ്ട് വന്നേക്കുന്ന പോലെ. ഹല്ലേലൂയ. അവരുടെ ഭാഷയിൽ അറിയാവുന്നതുകൊണ്ട് അവരെ മെരുക്കി എടുത്ത് പിന്നെ വരുന്നവർക്ക് ഈസിയായിട്ട് അവരെ കൈകാര്യം ചെയ്യാൻ പറ്റും. പ്രിയമുള്ളവരെ, അവരൊക്കെ പോയിട്ട് ഇപ്പം വടക്കേ ഇന്ത്യയിൽ, ആസാമിൽ, അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, ഹരിയാന, ഇവിടെ എല്ലാം പോയി അവർ ഇന്നൊരാൾ എന്നെ വിളിച്ച് ബ്രദറെ വരാവുന്ന, അവൻ BJPയിലെ ഏറ്റവും വലിയ ലീഡറാണ്, ദേവാലയങ്ങൾ കത്തിക്കുന്ന ഒരുത്തനായിരുന്നു. അവൻ ഇന്ന് എന്നെ വിളിച്ച് പറഞ്ഞു, ബ്രദറെ ഞാനിവിടെ ഒരു വലിയ ഗാങ്ങിനെ ഉണ്ടാക്കിയിട്ടുണ്ട്, ബ്രദർ വരണം, ഞങ്ങൾക്ക് വചനം പ്രഘോഷിക്കണം. ഞാൻ എല്ലാം നല്ല ബന്ധവസാക്കിയിട്ടുണ്ട്, ഒന്നും പേടിക്കണ്ട. കാര്യം എനിക്കറിയാൻ പേടിക്കണ്ട. ഇവൻ ആരായിരുന്നു? അവിടുത്തെ ഒരു പൗലോസല്ല, ആരായിരുന്നു? സാവൂളായിരുന്നു. ഇപ്പം അവൻ പൗലോസായി മാറിയതാ. ഹല്ലേലൂയ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കുന്നിടം വരെ നമ്മൾ അവിടെ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുക. ഞാൻ പറയുന്നത് നിങ്ങളുടെ കാര്യം വേറെ എങ്ങോട്ടും ഓടി പറയണം. നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർ പിണങ്ങി കഴിയുമ്പോൾ ആ കാര്യങ്ങൾ എന്തു ചെയ്യും? എല്ലായിടത്തും പറഞ്ഞു നടക്കും. അതിൽ നല്ല എൻ്റെ ആവശ്യങ്ങൾ ഏറ്റവും അടുത്തറിയാവുന്ന ആരാണ്? ദൈവസ്. പിന്നെ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല ആത്മീയ ഗുരുക്കന്മാരോട് പറയണം. ഹല്ലേലൂയ. ഇത് വളരെ രഹസ്യമാണ്. ആ രഹസ്യം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നവരായിരിക്കണം കൗൺസിലേഴ്സ്. ഞാൻ കൗൺസിലേഴ്സിന് കോഴ്സ് കൊടുക്കുമ്പോൾ എപ്പോഴും പറയും, രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കണം. ഒരാളുടെ കാര്യം മറ്റുള്ളവരോട് പറയും. ഒരു ഭാര്യയും ഭർത്താവോട് കൗൺസിലിങ്ങിന് പോയി, ഭാര്യയുടെ കാര്യം ഭർത്താവിൻ്റെ അടുക്കലും ഭർത്താവിൻ്റെ കാര്യം ഭാര്യയുടെ അടുക്കലും പറഞ്ഞു, രണ്ടിനെയും കൂടെ അടിച്ചു പിരിപ്പിച്ചു. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ എന്തൊരു ഈസിയാണെന്നറിയാം. പെട്ടെന്ന് അതിന് സാത്താൻ നല്ലപോലെ കൂട്ടു നിൽക്കുകയും ചെയ്യും. ദൈവം യോജിപ്പിക്കുന്നതൊക്കെ വേർപെടുത്താനായിട്ട് ഏറ്റവും എളുപ്പ പരിപാടിയാണ് കൗൺസിലിങ്ങിന് പോയിരുന്നാൽ മതി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അത് പിന്നെ അവിടുത്തെ വിചാരിച്ചിന് ഇടപെട്ടിട്ട് പെട്ടെന്ന് എന്നെ വിളിച്ചു, ബ്രദറെ ഉണ്ട്, നാട്ടിലുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്, ഇവിടെ ഉണ്ട് ബ്രദറെ. ഒരു ഫാമിലി ഒരു കൗൺസിൽ, അവരിപ്പം ഓസ്ട്രേലിയയിൽ നിന്ന് വന്നതാണ്, പ്രശ്നമാണ്, ഡൈവേഴ്സ് കേസിന് കൊടുത്തിരിക്കുക. അപ്പോൾ അതൊന്ന് കൈകാര്യം ചെയ്യാൻ പറഞ്ഞു. ഒറ്റ വിട്ടോളാൻ പറഞ്ഞു. ഞാൻ വിട്ടു. 2 പേരെ മാറ്റിയിരുത്തി എൻ്റെ വീട്ടിലിരുന്നുണ്ട്, അപ്പുറം ഇപ്പുറം ഇരുന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞ് അവനെ വിളിച്ചു, അവനെയും സംസാരിച്ചു. ഇനി നിങ്ങൾക്ക് ഡൈവേഴ്സ് കേസിനെ ഒപ്പിടാം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം പറയാം, ഇല്ല, ഞാൻ ചേട്ടനെ വിടത്തില്ല. അവൻ പറയാം, ഞാൻ അവളെയും വിടത്തില്ലെങ്കിൽ ഒന്നിച്ച് ചേർന്നോളാൻ പറഞ്ഞു. 2 പേരെയും വിളിപ്പിച്ചു, കൈ കൊടുത്തു, 2 പേരെയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു, അപ്പുറം ഇപ്പുറം കൊടുത്തു. ഞാൻ തമ്പുരാൻ്റെ കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേറെ. 2 പേരും പോയി ഏറ്റുമാനൂർ പോയി അവരുടെ ഡൈവേഴ്സിൻ്റെ കേസുകൾ പിൻവലിച്ചു. ഇപ്പോൾ ഓസ്ട്രേലിയ പോയിരിക്കുക. അവിടെ എത്തി, ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. പ്രശ്നങ്ങളെ ഗുരുതരമാക്കാനല്ല, പ്രശ്നങ്ങളെ എന്ത് ചെയ്യണം? ഇല്ലായ്മ ചെയ്യാനാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ. അത് പീഡിതർക്ക് എന്തെടുക്കണം? ആശ്വാസം പറയുന്നത്, തടവുകാർക്ക് മോചനം കൊടുക്കാനൊക്കെ എന്നെ അഭിഷേകം. അങ്ങനെ ആയിരിക്കണം. നമ്മൾ ഒരിക്കലും അല്ലാത്ത ഒരു രീതിയിൽ ചെയ്യാൻ പാടില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നത്തെ 11:45 എന്നോട് പറഞ്ഞത് നമ്മൾ ഓർത്തോണം, നമ്മൾ സ്വർഗം തുറക്കണം എൻ്റെ പ്രാർത്ഥനയിൽ. ഇന്നു മുതൽ നിങ്ങൾ അതും ശ്രദ്ധിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? വേറെ ഒന്നും. കണ്ണടയ്ക്കുമ്പോൾ കണ്ണിൽ ഒരു ഇരുട്ട് മാറി ഒരു പ്രകാശം വരും. ഞാൻ ഉറപ്പ് പറയാം, വന്നിരിക്കും. ഇത് നിന്നു മുതൽ നിങ്ങൾക്കൊരു അനുഭവവേദ്യമാക്കണം. എൻ്റെ പ്രാർത്ഥന ഒരു അനുഭവമാക്കി മാറ്റണം. അപ്പം ഞാൻ വിശ്വാസം നിന്ന് വ്യതിചലിക്കുമോ? ഇല്ല. എൻ്റെ കഷ്ടപ്പാട് വരുമ്പോൾ ഞാൻ തന്നെ കരങ്ങൾ ഉയർത്തും. ഹല്ലേലൂയ. കർത്താവ് നിൻ്റെ കരങ്ങൾ ഉയർത്തുമ്പോൾ തന്നെ അപ്പൻ്റെ അടുക്കലെ കരങ്ങൾ ഉയർത്തുന്ന പോലെ, ഇതാ ഞാനെന്ന് പറഞ്ഞ് ഓടി നിന്നെ
വാരിപ്പുണരും. ഈ ഒരു അനുഭവം നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഒന്ന് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിക്കണം, 2 കരങ്ങൾ ഉയർത്തി പറയുക, 3 മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കണം. എല്ലാ കാര്യങ്ങളും ഹൃദയ വ്യഗ്രതയും എല്ലാം വിട്ട് സന്തോഷത്തോടു കൂടി കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കണം. നമ്മളെപ്പോഴും പറയാം, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഈ പാട്ടുകാരിൽ എഴുതി വെച്ചേക്കുന്നത് അനുഭവങ്ങളാണ്. ഏത് പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വന്നാലും, നീറിപ്പോകുന്ന പ്രശ്നങ്ങൾ വന്നാലും, നാളെ നിന്നെ ജപ്തി ചെയ്യുക, നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞാലും നീ ഭയപ്പെടണ്ട. ഹല്ലേലൂയ. നിന്റെ രക്ഷയ്ക്ക് ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. യോശുവ 1:5 പറയുന്നു, നിന്നെ ഒരിക്കലും, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും നിന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കത്തില്ല. മോശയുടെ കൂടെ എന്ന പോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മോശയുടെ കൂടെ എന്ന പോലെ നിന്റെ കൂടെ ദൈവമുണ്ടെങ്കിൽ, നീ എന്നും ദൈവത്തെ വിളിക്കുന്ന ഒരു പൈതലായി മാറിയാൽ, ദൈവത്തിൻ്റെ പൈതലായി മാറിയാൽ, നിന്റെ നിലവിളിയുടെ സ്വരം ദൈവം കേൾക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗം അടയ്ക്കത്തില്ല. അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറക്കാൻ കഴിവുള്ള ആ താക്കോല് കൈവശമുള്ളവൻ പറയുന്നു, ഞാനാണ് സ്വർഗത്തിൻ്റെ വാതിൽ. ഹല്ലേലൂയ. താക്കോൽ എൻ്റെ കയ്യിലാണ്. ആര് പറഞ്ഞു? ഈശോ പറഞ്ഞു. ഹല്ലേലൂയ. താക്കോൽ ഞാൻ അടയ്ക്കുന്ന വാതിൽ തുറക്കാനും പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല. അതുകൊണ്ട് യേശുവിനെ മര്യാദയ്ക്ക് അങ്ങ് മുറുകെ പിടിച്ചാൽ മതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഓർക്കായിരുന്നു, ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു, ബ്രദറെ, ഇപ്പോൾ ഒരു നല്ല ജോലിയുണ്ട്, പക്ഷെ അതിലും നല്ല ശമ്പളത്തോടു കൂടി ഒരു ജോലി എനിക്ക് ന്യൂസിലൻഡിലാണ് എനിക്ക് കിട്ടാൻ പോകുന്നു, എന്ത് വേണമെന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാമോ എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു, ഉള്ളത് കൊണ്ട് അവിടെ അങ്ങനെ കഴിയാൻ നോക്ക്. നീ എടുത്തു ചാടി അങ്ങോട്ട് പോകുമ്പം ഇതും പോയി അതും പോകും. ഹല്ലേലൂയ. ഈ ജോലി നീ വിടരുത്. എനിക്ക് കിട്ടിയ സന്ദേശമായിരുന്നു സഭാപ്രസംഗം 7:18. ഞാൻ വചനത്തിൽ കൂടി മാത്രമേ സംസാരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഏത് വചനമാണ്? സഭാപ്രസംഗം 7:18. ഒന്നിൽ പിടിമുറുകുമ്പോൾ മറ്റൊന്നിൽ നിന്ന് പിടിവിടാതെ സൂക്ഷിക്കുക. ദൈവത്തെ ഭയപ്പെടുന്നവരെ രണ്ടിലും. അതായത് ഇപ്പോൾ നീ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്റെ പ്രശ്നങ്ങൾ എന്താണോ അതും വിടരുത്. ഏത് വിടരുത്? പ്രശ്നങ്ങളെയും വിടരുത്. പിന്നെ ആരെ മുറുകെ പിടിക്കണം? ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ നീ വിട്ടുകളയരുത്. ദൈവത്തെ പിടിച്ചെന്ന് പറഞ്ഞ് പ്രശ്നം വിടരുത്. പ്രശ്നം മാറണം വേണ്ടയോ? മാറണം. അപ്പം ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, പ്രശ്നത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നീ ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ ദൈവം തമ്പുരാൻ രണ്ടിലും വിജയം വരും. നിൻ്റെ വിശ്വാസം മാത്രം പോകത്തില്ല, നിൻ്റെ കാര്യവും സാധിച്ചു കിട്ടും. ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇന്ന് കേട്ട തിരുവചനങ്ങൾ ഓർക്കുക. എൻ്റെ ആത്മാവിൽ കൈപ്പേറുന്ന അവരത് പറഞ്ഞു, ഇവരിത് പറഞ്ഞു. എൻ്റെ നിരാശ, എൻ്റെ ദുഃഖം, എൻ്റെ ജീവിത പ്രശ്നങ്ങൾ, ഒറ്റപ്പെടലുകൾ എന്തും ആയിക്കോട്ടെ, നഷ്ടങ്ങളും കഷ്ടങ്ങളും ആയിക്കോട്ടെ, ആ സമയത്ത് നിൻ്റെ ആത്മാവ് കൈപ്പേറുമ്പോൾ നിൻ്റെ ആത്മാവിന് സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകും. എന്ത് നഷ്ടപ്പെട്ടു? സ്വസ്ഥത നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, എൻ്റെ ആത്മാവിൽ കൈപ്പേറി, എൻ്റെ ജീവിതത്തിന് കൈപ്പേറി, എൻ്റെ മനസ്സിൽ അന്ധകാരം ബാധിച്ചു. എൻ്റെ മനസ്സിന് ആ കൈപ്പേറുമ്പോൾ ആത്മശക്തി ഇല്ലെന്നറിയുമ്പോൾ ആരാണ് ഉടനെ ഓടി വരുന്നത്? ഈ ലോകത്തിൻ്റെ അധിപൻ. അവൻ നിൻ്റെ മനസ്സിനെ അന്ധമാക്കുന്നതുകൊണ്ട് നീ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണമെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് മനസ്സിൻ്റെ അന്ധത മാറ്റി കർത്താവിൻ്റെ സന്നിധിയിൽ മനസ്സ് നല്ല ശോഭിക്കണം, ശക്തി പ്രാപിക്കണം. ദൈവസന്നിധി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ഈ ലോകത്തിലെ കാര്യങ്ങളും വരാനിരിക്കുന്ന ജീവിതത്തിലെ കാര്യങ്ങളും ദൈവം അനുഗ്രഹിച്ചു തരും. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ തമ്പുരാൻ്റെ കരങ്ങളിൽ നമ്മുടെ 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങളെല്ലാം തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. ഇന്ന് ദിവ്യബലി അർപ്പിക്കുമ്പോൾ കാസായും പിലാസയും എടുത്തു വെച്ചുകൊണ്ട് നമ്മളെ കാണിച്ചുകൊണ്ട് അതാ ബലിപീഠത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും കാസായിലും പിലാസയിലും ഞാൻ സമർപ്പിക്കുന്നു പറയാതെ ആത്മാർത്ഥമായും സത്യസന്ധമായും പരമാർത്ഥതയോടുകൂടി ഇത് വിശ്വാസത്തോടുകൂടി കാണുകയാണെങ്കിൽ ഇന്നത്തെ ദിവ്യബലിയും നിന്നെ അനുഗ്രഹിക്കും, ഇന്നത്തെ വചനം നിന്നെ അനുഗ്രഹിക്കും, ഇന്നത്തെ ജപമാല നിന്നെ അനുഗ്രഹിക്കും, ഇന്നത്തെ സ്തുതിപ്പ് നിന്നെ അനുഗ്രഹിക്കും, ഇന്നത്തെ ആരാധനയും നിന്നെ അനുഗ്രഹിക്കും, കൈവെപ്പ് ശുശ്രൂഷയിലും നിനക്ക് അനുഗ്രഹം കിട്ടും. തമ്പുരാൻ്റെ മുമ്പിൽ നമുക്കൊന്ന് സ്തുതിക്കാം. എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ, സ്വരമുയർത്തി സ്തുതിക്കട്ടെ. നമ്മുടെ എല്ലാ വേദനകളും ദുഃഖങ്ങളും നമ്മുടെ കുടുംബാംഗങ്ങളെയും മക്കളെയും നമ്മുടെ ജീവിത പ്രശ്നങ്ങളെയും രോഗങ്ങളെ ദുഃഖങ്ങളെ ദുരിതങ്ങളെ യേശു ഏറ്റെടുക്കട്ടെ. 5 അപ്പൻ 2 മീനും ആ ബാലനായ ആ മകൻ അവനെ നീട്ടി ഇതാ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച യേശു ഏറ്റെടുത്ത് അത് സ്വർഗത്തിലേക്ക് ഉയർത്തി ആശീർവദിച്ചതുപോലെ
പോലെ ദൈവമേ ഈ വിശുദ്ധ ബലിയിൽ എന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ദൈവമേ ഇന്നത്തെ വിശുദ്ധ ബലിയിൽ ഏറ്റെടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പിതാവിനെ കാണിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് അതിനെ ആശീർവദിക്കുമ്പോൾ എന്നെ, എൻ്റെ കുടുംബത്തെയും എൻ്റെ ങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ദൈവമായ കർത്താവേ, ഞാനൊരു എൻ്റെ ജീവിത ബലി ഗാൽഗുൽത്താ ബലിയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ ജീവിത ബലിയിലെ എല്ലാ പ്രശ്നങ്ങളെയും യേശുവിൻ്റെ ഗാൽഗുൽത്താ ബലിയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സൗഖ്യപ്പെടുത്തണമേ, സൗഖ്യപ്പെടുത്തണമേ, സൗഖ്യപ്പെടുത്തണമേ. ശാന്തി, സമാധാനം, സന്തോഷം ഞങ്ങൾക്ക് നൽകണമേ. ആശ്വാസത്തിന് ഉറവിടമായ ദൈവമേ, ജീവൻ്റെ ഉറവിടമായ ദൈവമേ, ആ ഉറവയിൽ നിന്ന് ഞങ്ങളിലേക്ക് ഇതാ ദൈവത്തിൻ്റെ കൃപ ഒഴുകട്ടെ, ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദ്യത്തെ സന്ദേശം നമ്മുടെ എന്തായിരുന്നു? ആദ്യത്തെ സന്ദേശം എന്തായിരുന്നു? സങ്കീർത്തനം 50:15 ആത്മാവിൽ കൈപ്പേറിയപ്പോൾ അന്നോ അല്ല, നിങ്ങളുടെ അനർത്ഥങ്ങളിൽ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിങ്ങളെ മോചിപ്പിക്കും. ഹല്ലേലൂയ, മോചനം. ഇനി അവസാനത്തെ സന്ദേശം ദൈവം തരുന്നത് ഇതാണ്. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കി അത് ജീവിച്ചാൽ മതി. അവസാനത്തെ സന്ദേശം ദൈവം തരികയാണ്. ഈ സമയത്ത് പറയുകയാണ്, നമ്മുടെ ആകുലതകളും ഉത്കണ്ഠകളും എല്ലാം അവിടുത്തെ ഏൽപ്പിക്കുന്നു. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അവിടുത്തെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിന്നാൽ മതി. അച്ഛൻ വന്നു, അച്ഛൻ വന്നു, അച്ഛൻ വന്നു. അപ്പോൾ നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കുക. ഇത് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ ജീവിച്ചാൽ നിശ്ചയമായിട്ടും ഇന്നത്തെ വചനപ്രവേശനത്തിന് അനുഗ്രഹം നിശ്ചയമായിട്ടും ഉണ്ട്. നിങ്ങൾ ഏത് കാര്യമാണ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ പ്രശ്നങ്ങൾക്ക് ഒരു ദൈവം ഇടപെടും എന്നുള്ള ഉറപ്പ് ഞാൻ തന്നുകൊണ്ട് പോവുക. കാര്യം എന്നെ കൂടി വചനപ്രവേശനം നടന്നിട്ടുള്ളതൊക്കെ ദൈവം അനുഗ്രഹിച്ചിട്ടേ ഉള്ളൂ. 20-ാം തീയതി നമ്മുടെ കുമരഞ്ചിറ മുട്ടാറ്, നമ്മുടെ കടങ്ങര പാലത്തിന് ഇടത്തെ സൈഡിൽ ആദ്യം കാണുന്ന പള്ളി സെൻറ്റ് തോമസ് ചർച്ച്, അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. കാസർഗോഡ് നിന്നൊക്കെ വരിക. ഭയങ്കര അനുഭവങ്ങളാണ് അവിടെ. അത് ഏറ്റെടുത്ത് നയിക്കുന്നത് ഞാൻ തന്നെയാണ്. ആ മലയാള മാസം ആദ്യ ചൊവ്വാഴ്ചയാണ്. നമുക്ക് ഇവിടെയും ജനങ്ങളെ കൊണ്ടുവരാൻ നമ്മൾ പ്രവർത്തിക്കുന്നില്ല, സുവിശേഷം കൊടുക്കുന്നില്ല. അതാണ് പറയുന്നത്. സുവിശേഷം കൊടുക്കാത്തവർക്ക് ദുരിതം. നമ്മൾ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് വരണം. വരുമ്പോൾ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് വാതേണ്ട, ഞാൻ അങ്ങോട്ട് പോവുക പ്രാർത്ഥന, ഒന്ന് വരാൻ ഒരു പ്രാർത്ഥനയിലും ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിക്കാം.